गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः. കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്നവനാണ് ബുദ്ധിമാൻ. അവിടെ പൂർവപക്ഷം കൊണ്ടുവന്നു, ഇത് വിരുദ്ധ ദർശനമല്ലേ, കർമ്മത്തെ കർമ്മമായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ ശരിയാണ്, കർമ്മത്തെ അകർമ്മമായി കാണുന്നത് എങ്ങനെ ശരിയാവും? അപ്പം ഭാഷ്യകാരൻ പറഞ്ഞു, വിപരീത ഗ്രഹണം കൊണ്ട് വാസ്തവത്തിൽ പരമപുരുഷാർത്ഥത്തെ ചെയ്യാത്ത വിവിധങ്ങളായ കർമ്മങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു. അതിൽ അകർമ്മത്വ ദൃഷ്ടിയും ലോകദൃഷ്ടിയ അകർമ്മം എന്നുള്ളതായ ആത്മനിഷ്ഠയിൽ കർമ്മദൃഷ്ടിയും ഇത് ഉപദേശിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നനു കർമ്മ കർമ്മ ഏവ സർവേഷാം ന ക്വചിത് വ്യഭിചരതി. നനു കർമ്മ കർമ്മ ഏവ സർവേഷാം ന ക്വചിത് വ്യഭിചരതി. പൂർവപക്ഷി ചോദിക്കുകയാണ്, അതെങ്ങനെയാ അപ്പം നിങ്ങൾ അങ്ങനെ പറയണത്? കർമ്മം എല്ലാവർക്കും കർമ്മം തന്നെയല്ലേ, അകർമ്മം എല്ലാവർക്കും അകർമ്മല്ലേ, അത് വ്യഭിചരിക്കുന്നില്ലല്ലോ, മാറുന്നില്ലല്ലോ. വ്യഭിചരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ മാറുന്നില്ലല്ലോ. ആശ്രയം വിട്ട് ആശ്രയത്തെ സ്വീകരിക്കുന്നതാണ് വ്യഭിചാരം. അപ്പം കർമ്മം എല്ലാവർക്കും കർമ്മം തന്നെയാണ്. ചിലർക്ക് കർമ്മം അകർമ്മാവുക, ചിലർക്ക് അകർമ്മം കർമ്മമാവുക. അതെങ്ങനെ ശരിയാവും? മറുപടി, തത് നൗസ്ഥസ്യ നാവിഗച്ഛന്ത്യാം തടസ്ഥേഷു അഗതിഷു നഗേഷു പ്രതികൂലഗതിദർശനാത് ദൂരേഷു ചക്ഷുഷ അസന്നികൃഷ്ടേഷു ഗച്ഛത്സു ഗത്യഭാവദർശനാത്. ഏവം ഇഹ അഭി അകർമ്മണി അഹം കരോമീതി കർമ്മദർശനം കർമ്മണി ച അകർമ്മദർശനം വിപരീതദർശനം യേന തന്നിരാകരണാർത്ഥമുച്യതേ കർമ്മണി അകർമ്മയ പശ്യേതിത്യാദി. തദ്ദേതത് ഉക്തപ്രതിവചനമപി അസകൃത് അത്യന്തവിപരീതദർശനഭാവിതതയാ മോമുഹ്യമാനഃ ലോകഃ ശ്രുതമപി അസകൃത്തത്വം വിസ്മൃത്യ മിഥ്യാപ്രസംഗമവതാര്യ ചോദയതീതി പുനഃ പുനഃ ഉത്തരമാഹ ഭഗവാൻ ദുർവിജ്ഞേയത്വം ചാലക്ഷ്യവസ്തുനഃ അവ്യക്തോയമചിന്യോയം ന ജായതേ മ്രിയതേ ഇത്യാദിന ആത്മനി കർമാഭാവഃ ശ്രുതിസ്മൃതിന്യായപ്രസിദ്ധഃ ഉക്തഃ വക്ഷ്യമാണഃ ച. തസ്മിന്നാത്മനി കർമാഭാവേ അകർമ്മണി കർമ്മ വിപരീതദർശനം അത്യന്ത നിരൂഢം. യതഃ കിം കർമ്മ കിം അകർമ്മേതി കവയോപ്യത്ര മോഹിതാഃ. ദേഹാദ്യാശ്രയം കർമ്മ ആത്മനി അധ്യാരോപ്യ അഹം കർത്ത മമ ഏതത് കർമ്മ മയാ അസ്യ ഫലം ഭോക്തവ്യം ഇതി ച. തഥാ അഹം തൂഷ്ണീം ഭവാമി യേന അഹം നിരായാസഃ അകർമ്മ സുഖീ സ്യാമിതി കാര്യകരണാശ്രയ വ്യാപാരോപരമം തത്കൃതം ച സുഖിത്വം ആത്മനി അധ്യാരോപ്യ ന കരോമി കിഞ്ചിത് തൂഷ്ണീം സുഖം ആസം ഇതി അഭിമന്യതേ ലോകഃ. തത്ര ഇദം ലോകസ്യ വിപരീതദർശനാപനയനായ ആഹ ഭഗവാൻ കർമ്മണി അകർമ്മയ പശ്യേതിത്യാദി. അത്ര ച കർമ്മ കർമ്മ ഏവ സദ് കാര്യകരണാശ്രയം കർമ്മരഹിതേ അവിക്രിയേ ആത്മനി സർവൈഃ അധ്യസ്തം യതഃ പണ്ഡിതഃ അപി അഹം കരോമീതി മന്യത്തെ. അതഃ ആത്മസമവേതതയാ സർവലോകപ്രസിദ്ധേ കർമ്മണി നദീകൂലസ്ഥേഷു ഇവ വൃക്ഷേഷു ഗതിഃ പ്രാതിലോമ്യേന അകർമ്മ കർമാഭാവം യഥാഭൂതം ഗത്യഭാവം ഇവ വൃക്ഷേഷു യ പശ്യേത് അകർമ്മണി ച കാര്യകരണ വ്യാപാരോപരമേ കർമ്മവദാത്മനി അധ്യാരോപിതേ തൂഷ്ണീം അകുർവൻ സുഖം ആസേ ഇതി അഹങ്കാരാഭി സന്ധിഹേതുത്വാത് തസ്മിൻ അകർമ്മണി ച കർമ്മ യ പശ്യേത്
യ ഏവം കർമാകർമ്മ വിഭാഗജ്ഞഃ സ ബുദ്ധിമാൻ പണ്ഡിതഃ മനുഷ്യേഷു സയുക്തഃ യോഗി കൃത്സ്നകർമ്മകൃത് ച സഹ അശുഭാത് മോക്ഷിതഃ കൃതകൃത്യഃ ഭവതി ഇത്യർത്ഥഃ. തദ് നൗസ്തസ്യ നാവിഗച്ഛന്ത്യാം തടസ്ഥേഷു അഗതിഷു നഗേഷു പ്രതികൂലഗതിദർശനാത് ദൂരേഷു ചക്ഷുഷാ അസന്നികൃഷ്ടേഷു ഗച്ഛത്സു ഗത്യഭാവദർശനാത് ഏവം ഇഹ അപി അകർമ്മണി അഹം കരോമീതി കർമ്മദർശനം കർമ്മണി ച അകർമ്മദർശനം വിപരീതദർശനം യേന തന്നിരാകരണാർത്ഥം ഉച്യത്തെ കർമ്മണി അകർമ്മ യഹ പശ്യേത് ഇത്യാദി. തദേതദ് ഉക്തപ്രതിവചനമപി അസകൃത് അത്യന്തവിപരീതദർശനഭാവിതതയാ മോമുഹ്യമാനഃ ലോകഃ ശ്രുതമപി അസകൃത് തത്വം വിസ്മൃത്യ മിഥ്യാപ്രസംഗം അവതാര്യ ചോദയതി ഇതി പുനഃ ഉത്തരമാഹ ഭഗവാൻ ദുർവിജ്ഞേയത്വം ച ആലക്ഷ്യ വസ്തുനഃ. അപ്പം പറയുകയാണ് കർമ്മം തന്നെയല്ലേ എല്ലാവർക്കും അകർമ്മം തന്നെയാണ്. പിന്നെ എന്തിനാണ് ഈ വിപരീത ദർശനം എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പറയുന്നത്? കർമ്മത്തിൽ അകർമ്മം കാണുക, അകർമ്മത്തിൽ കർമ്മം കാണുക, എന്തിനാത്? ഇപ്പം പറയുന്നു, നീ പറഞ്ഞാൽ ശരിയല്ല. എല്ലാവർക്കും ഒരുപോലെ അല്ല ദർശനം, എല്ലാവർക്കും ഒരുപോലെയല്ല. നൗസ്തസ്യ നാഭിഗച്ഛന്ത്യാം തടസ്ഥേഷു അഗതിഷു നഗേഷു പ്രതികൂലഗതി ദർശനാത്. ഒരാൾ തോണിയിൽ സഞ്ചരിക്കുകയാണ്. നാവിഗച്ഛന്ത്യാം, നൗ തോണി, നാവി തോണിയിൽ. അപ്പോൾ വഞ്ചിയിൽ സഞ്ചരിക്കുന്നു നദിയിലൂടെ. അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് തടസ്ഥങ്ങളായ അഗതികളായ നഖങ്ങളിൽ, നഖം പർവ്വതം, അഗതിയായ എന്ന് പറഞ്ഞാൽ ചലനമില്ലാത്ത പർവ്വതം, ദൂരെ കുറച്ച് തടത്തിലുള്ളതായ, നദീതടത്തിലുള്ളതായ, സഞ്ചരിക്കാത്ത, ഇളകാതെ നിൽക്കുന്ന പർവ്വതങ്ങളെ പ്രതികൂലഗതി ദർശനാത്, വിപരീത ദിശയിൽ പോകുന്നത് കാണുന്നുണ്ട്. കിഴക്കോട്ട് വഞ്ചി പോവുകയാണെങ്കിൽ പടിഞ്ഞാറോട്ട് നഖം പർവ്വതം പോകുന്നത് കാണുന്നുണ്ട്. വാസ്തവത്തിൽ അത് പോകുന്നില്ല. ഇതിനേക്കാൾ നേരം പോക്കതല്ല. ദൂരേഷു അസന്നികൃഷ്ടേഷു ഗച്ഛത്സു ഗത്യഭാവദർശനാത്. ദൂരെയുള്ള സഞ്ചരിക്കുന്ന വസ്തുക്കൾ സഞ്ചരിക്കാത്ത പോലെയും തോന്നുന്നുണ്ട്. വളരെ ദൂരെ ഒരു 800 കിലോമീറ്റർ അല്ലെങ്കിൽ 900 കിലോമീറ്റർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നൊരു വിമാനം നമ്മൾ ആകാശത്തിൽ നോക്കുന്ന സമയത്ത് പതുക്കെ പോണതായിട്ടേ തോന്നുള്ളൂ. ചിന്തിക്കുക. അപ്പോൾ ദൂരെയുള്ള അസന്നികൃഷ്ടമായ ചലിക്കുന്നവയിൽ ചലനാഭാവവും സന്നികൃഷ്ടമായ സമീപസ്ഥമായ ചലിക്കാത്തതിൽ ചലനവും നമ്മുടെ ചലനത്തിനനുസരിച്ച് നമുക്ക് തോന്നുന്നുണ്ട്. അതിനാണ് തോണിയിൽ സഞ്ചരിക്കുന്ന ആളുടെ ദൃഷ്ടാന്തം പറഞ്ഞത്. അപ്പം അതുപോലെ ഏവം ഇഹാബി അകർമ്മണി, വാസ്തവത്തിൽ കർമ്മരഹിതമായ ആത്മാവ് ഒരു കർമ്മവും ചെയ്യുന്നില്ല. നൈവ കുറുവന്ന കാരയൻ എന്ന് നേരത്തെ 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ന കരോതി ന കാരയതി കഥം സ പുരുഷ പാർത്ഥ കം ഘാതയതി ഹന്തികം. അയാൾ ആരെ കൊല്ലും, ആരെ കൊല്ലിക്കും എന്നൊക്കെ പല പ്രകാരത്തിൽ ചോദിക്കുന്നുണ്ട്. താല്പര്യം ആത്മാവ് കർമ്മരഹിതമാണ്. അങ്ങനെ കർമ്മരഹിതമായ ആത്മാവിൽ, ഒരു തരത്തിലും കർമ്മമില്ലാത്ത ആത്മാവിൽ അഹം കരോമി, ഞാൻ ചെയ്യുന്നു എന്ന് അഭിമാനിക്കുന്നുണ്ട്.
അത് കർമ്മദർശനമാണ്. അകർമ്മമായിരിക്കുന്ന ആത്മാവിൽ ഞാൻ ചെയ്യുന്നു, ഞാൻ ലൗകികം ചെയ്യുന്നു, ഞാൻ വൈദികം ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ട്. കർമ്മദർശനം. കർമ്മണിച്ച അകർമ്മദർശനം. കർമ്മത്തിൽ അകർമ്മദർശനവും വിപരീത ദർശനമാണ്. അതുകൊണ്ട് തന്നിരാകരണാർത്ഥം, അതിനെ നിരാകരിക്കുന്നതിന് വേണ്ടിയാണ് കർമ്മണി അകർമ്മയ പശ്യേത് ഇത്യാദി പറയുന്നത്. സ്പഷ്ടമാണ്, നമ്മൾ വിശദമായി ചിന്തിച്ച വിഷയമാണ്. തദ്ദേതദുക്ത. അപ്പോൾ ഇത് വേറെ വിഷയം പറയാണ്. ഈ വിഷയം പറഞ്ഞു കഴിഞ്ഞതാണ്. ഇത് ഗീതയിൽ ആദ്യം പറയുന്നതല്ല. ഇതിനു മുമ്പും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. യാ നിശ സർവഭൂതാനാം ഇത്യാദിയൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. അപ്പോൾ ഉക്തപ്രതിവചനമാണ്, ഇത് പറഞ്ഞു കഴിഞ്ഞതാണ്. എങ്കിലും അസകൃത് അത്യന്ത വിപരീത ദർശന ഭാവിതതയാ മോമുഹ്യമാനഃ ലോകഃ ശ്രുതമപി അസകൃത്തത്വം വിസ്മൃത്യ മിഥ്യാപ്രസംഗം അവതാര്യ ചോദയതീതി പുനഃ പുനഃ ഉത്തരമാഹ ഭഗവാൻ. ദുർവിജ്ഞേയത്വം ആത്മവസ്തുനഃ ആലക്ഷ്യ. അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞതാണെങ്കിലും പിന്നെയും പറയണത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇത് എത്ര പ്രാവശ്യം പറഞ്ഞാലും മോമുഹ്യമാനഃ ലോകഃ, മായയാൽ മോഹിക്കപ്പെടുന്നതായ ലോകം പല പ്രാവശ്യം കേട്ടാലും പിന്നെയും വിസ്മരിക്കും. ആത്മാവ് അകർമ്മ സ്വരൂപമാണ് എന്ന് യുക്തിപൂർവം കേൾക്കുന്ന സമയത്ത് ബോധിച്ചാൽ തന്നെയും 5 നിമിഷം കൊണ്ട് ഞാനത് ചെയ്യുന്നു, ഞാൻ ബോധിക്കുന്നു, ഞാനിത് ചെയ്യുന്നു എന്ന് അകർമ്മമായിരിക്കുന്ന ആത്മാവിൽ കർമ്മത്തെ അധ്യാരോപിക്കും. അങ്ങനെ മോമുഹ്യമാനഃ ലോകഃ, മോഹിക്കുന്നതായ ലോകം ശ്രുതമപി, കേട്ടതാണെങ്കിലും വീണ്ടും വീണ്ടും വിസ്മരിച്ചു, തത്വത്തെ വിസ്മരിച്ച് മിഥ്യാപ്രസംഗത്തെ അവതരിപ്പിച്ച് ഞാൻ നടക്കുന്നു, ഞാൻ പറയുന്നു, ഞാൻ കേൾക്കുന്നു ഇത്യാദി ഇന്ദ്രിയ അന്ധക്കരണ വ്യാപാരങ്ങളെ തന്നിലേക്ക്, ആത്മാവിലേക്ക് അധ്യാരോപിക്കുന്നു. അതുകൊണ്ട് ആ ആത്മാവിൻ്റെ ദുർവിജ്ഞേയതയെ മുൻനിർത്തിയിട്ടാണ് ഭഗവാൻ വീണ്ടും വീണ്ടും പറഞ്ഞതിനെ തന്നെ പറയുന്നത്. ഈ ദുർവിജ്ഞേയതയെ മുൻനിർത്തിയിട്ടാണ്. അവ്യക്തോയം അചിന്യോയം ന ജായതേ മ്രിയതേ ഇത്യാദി ആത്മനി കർമാഭാവഃ ശ്രുതിസ്മൃതി ന്യായപ്രസിദ്ധഃ ഉക്തഃ വക്ഷ്യമാണഃ ച. അതാ പറയണത്. അവ്യക്തോയം അചിന്യോയം ന ജായതേ മ്രിയതേ ഇത്യാദിന ആത്മനി കർമാഭാവഃ ശ്രുതിസ്മൃതി ന്യായപ്രസിദ്ധഃ ഉക്തഃ വക്ഷ്യമാണഃ ച. തസ്മിൻ ആത്മനി കർമാഭാവേ അകർമ്മണി കർമ്മ വിപരീത ദർശനം അത്യന്തനിരൂഢം. യതഃ കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്തമോഹിതാഃ. അപ്പോൾ പറയുകയാണ് അവ്യക്തോയം അചിന്യോയം, ഇത് അവ്യക്തമാണ്, ആത്മാവ് അവ്യക്തമാണ്, ആത്മാവ് ചിന്തിക്കപ്പെടുന്നതല്ല. ന ജായതേ മ്രിയതേ വാ, ജനിക്കുന്നില്ല, മരിക്കുന്നില്ല എന്നിത്യാദി വാക്യങ്ങളെ കൊണ്ട് ആത്മാവിൽ കർമാഭാവം ശ്രുതിസ്മൃതിന്യായ പ്രസിദ്ധമാണ്. ശ്രുതികളാലും സ്മൃതികളാലും സാമാന്യ യുക്തിയാലും പ്രസിദ്ധമാണ്. എന്ത്? ആത്മാവ് ഒരു കർമ്മവും ചെയ്യുന്നില്ല, ഉപാധികൾ കർമ്മങ്ങളെ ചെയ്യുന്നു. ഞാൻ കൈ കൊണ്ടെടുക്കുന്നു, കാലുകൊണ്ട് നടക്കുന്നു, ഇതൊക്കെ പ്രസിദ്ധമാണ്. കൈ കാൽ തുടങ്ങിയ ഉപാധികളുടെ വ്യവഹാരം തന്നിലേക്ക് അധ്യാരോപിച്ച് ഞാൻ നടക്കുന്നു, ഞാൻ എടുക്കുന്നു എന്ന് പറയുന്നു. അകർമ്മമാണ് ആത്മാവെന്നുള്ളത് അവിടെ നമ്മൾ കൂട്ടിക്കലർത്തി വിസ്മരിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് സഞ്ചരിക്കാത്ത വണ്ടിയിലിരുന്നിട്ട് അപ്പുറത്തെ വണ്ടി പോകുന്നത് കണ്ട് ഇത് സഞ്ചരിക്കുന്നു എന്ന് തോന്നുന്നത് പോലെ നമ്മൾ ഉപാധികളുടെ ധർമ്മങ്ങളെ, അവ കർമ്മമാണ്, ആത്മാവിൽ അത് അകർമ്മമാണ്, അധ്യാരോപിക്കുന്നു. ഇതാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നു, ഞാൻ അത് ചെയ്തു, ഞാനിത് ചെയ്തു എന്ന്.
അങ്ങനെയുള്ള ആത്മാവിൽ കർമാഭാവത്തിൽ, അകർമ്മത്തിൽ, അകർമ്മമായിരിക്കുന്ന ആത്മാവിൽ കർമ്മത്തെ കാണുന്നു എന്നുള്ളത് അത്യന്ത നിരൂഢമാണ്. അത്യന്ത നിരൂഢമാണെന്ന് പറഞ്ഞാൽ ലോകസാമാന്യമായിട്ട് ഏവരും അകർമ്മമായിരിക്കുന്ന ആത്മാവിൽ ഈ വക കർമ്മങ്ങളെ മുഴുവൻ അധ്യാരോപിക്കുന്നു. രൂഢമാണത്, വ്യാപിച്ചതാണ്. ഞാൻ ചെയ്യുന്നു, ഞാൻ പറയുന്നു, ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, ഇന്ദ്രിയ അന്ധകരണാദി ധർമ്മങ്ങളെ മുഴുവൻ തന്നിലേക്ക് അധ്യാരോപിച്ചിട്ട് അകർമ്മമായിരിക്കുന്ന ആത്മാവിനെ കർമ്മമായിട്ട് കാണുന്നു ലോകര്. അതൊന്ന് തിരിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ആണ് കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും പറയുന്നത്. ഈ വിഷയം വിദ്വാൻമാർ പോലും കിം കർമ്മ കിമകർമ്മേതി മോഹിതാഹ, എന്താണ് കർമ്മം എന്താണ് അകർമ്മം എന്നുള്ള വിഷയത്തിൽ വിദ്വാൻമാർ പോലും മോഹിച്ചിരിക്കുകയാണ്. വിദ്വാൻമാർ പോലും മോഹിക്കുന്നു. അതാണ് അറിയാം, എങ്കിലും മോഹിതരാകുന്നു. അത്രയ്ക്കാണ് നമുക്ക് ശരീര ഇന്ദ്രിയ മനോബുദ്ധികളുമായിട്ടുള്ള താതാത്മ്യം. അഴിച്ചാലും ഒഴിയാതിരിക്കുകയാണ്. വിദ്വാൻമാർ പോലും മോഹിക്കുന്നു. ദേഹാദ്യാശ്രയം കർമ്മ ആത്മനി അധ്യാരോപ്യ ദേഹാദ്യാശ്രയം കർമ്മ ആത്മനി അധ്യാരോപ്യ അഹം കർത്ത മമ ഏതത് കർമ്മ മയാ അസ്യ ഫലം ഭോക്തവ്യം ഇതി ച തഥാ അഹം തൂഷ്ണീം ഭവാമി യേന അഹം നിരായാസഃ അകർമ്മ സുഖീ സ്യാം ഇതി കാര്യകരണാശ്രയ വ്യാപാരോപരമം തത്കൃതം ച സുഖിത്വം ആത്മനി അധ്യാരോപ്യ ന കരോമി കിഞ്ചിത് തൂഷ്ണീം സുഖമാസം ഇതി അഭിമന്യതേ ലോകഃ. അപ്പോൾ ദേഹാദ്യാശ്രയമായ കർമ്മത്തെ ആത്മാവിൽ അധ്യാരോപിക്കുന്നു. എന്താ ദേഹാദ്യാശ്രയമായ കർമ്മം? ദേഹം തുടങ്ങിയവ, ദേഹം പ്രാണം, അപ്പം ഇന്ദ്രിയാണി, ഇന്ദ്രിയങ്ങൾ, പിന്നെ മനസ്സ്, ബുദ്ധി തുടങ്ങിയ ഉപാധികളുടെ ധർമ്മങ്ങളെ തന്നിലേക്ക് അധ്യാരോപിക്കുന്നു. അകർമ്മമായിരിക്കുന്ന അകർമ്മശേഷമായ ആത്മാവിലേക്ക് ഈ ഉപാധികളുടെ കർമ്മങ്ങളെ നമ്മൾ അധ്യാരോപിക്കുന്നു. അങ്ങനെ അധ്യാരോപിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അഹം കർത്ത, ഞാനാണ് കർത്താവ്. മമ ഏതത് കർമ്മ, ഇതെൻ്റെ കർമ്മമാണ്. മയാ അസ്യ ഫലം ഭോക്തവ്യം, ഇതിൻ്റെ ഫലം ഞാൻ അനുഭവിക്കണം, എന്നാൽ അനുഭവിക്കപ്പെടണം എന്നൊക്കെ അഭിമാനിക്കുന്നു. വാസ്തവത്തിൽ ഇതെല്ലാം ഉപാധിധർമ്മങ്ങളാണ്. സുഖം, ദുഃഖം, മാന, അപമാനം തുടങ്ങിയവ അനുഭവിക്കുന്നത് സൂക്ഷ്മ ശരീരത്തിലൂടെ. അപ്പം സൂക്ഷ്മ ശരീരധർമ്മങ്ങളെ ഞാൻ എന്നിലേക്ക് അധ്യാരോപിച്ചു. ലൗകികം, വൈദികം തുടങ്ങിയവ ചെയ്യുന്നത് സ്ഥൂല ശരീരം കൊണ്ട്, അവയവങ്ങളെ കൊണ്ട് അത് ഞാൻ ചെയ്യുന്നു എന്ന് അഭിമാനിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അതുപോലെ ഇനി അതിനേക്കാൾ നേരം പോക്ക് പറയുകയാണ്, തഥാ അഹം തൂഷ്ണീം ഭവാമി യേന അഹം നിരായാസഃ കർമ്മ സുഖീ സ്യാം. ഞാനൊന്നും ചെയ്യാണ്ടിരിക്കാൻ പോവുകയാണ് കേട്ടോ. തൂഷ്ണീം ഭവാമി, ഞാനൊന്നും ചെയ്യാണ്ടിരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ നിരായാസനായിട്ട്, ഒരായാസമില്ലാത്തവനായിട്ട് സുഖിയായിട്ടിരിക്കും എന്ന് വേറൊരാൾ പറയുക. അപ്പം വാസ്തവത്തിൽ നിരായാസനായിരിക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് എന്താണ്? അത് ആത്മാവിനെ സംബന്ധിക്കുന്ന വിഷയമല്ല. പിന്നെ കർമ്മത്തിൽ വ്യാപരിച്ചിരുന്ന ഉപാധികളെ പിൻവലിച്ചു. ഞാൻ ഇത്രയും നേരം സംസാരിച്ചു, ഇനിയിപ്പോൾ സംസാരിക്കണില്ല. ഇത്രയും ഞാൻ അതിനെ എടുത്തു, ഇനിയിപ്പോൾ എടുക്കണില്ല. അല്ലെങ്കിൽ ഇത്ര നേരം ഞാൻ നടന്നു ഓടി, ഇപ്പം ഞാൻ ഓടണില്ല. ഇത് വാസ്തവത്തിൽ ആത്മാവിനെ ബന്ധിക്കുന്ന വിഷയമല്ല. ഉപാധികളുടെ കർമ്മവ്യാപാരം ഉപരമിച്ചതാ. ആ ഉപാധികളുടെ ഉപരമത്തെ നമ്മൾ നമ്മിലേക്ക് അധ്യാരോപിച്ച്
സുഖിത്വം തത്കൃതം സുഖിത്വം ആത്മനി അധ്യാരോപ്യ. ഉപാധികളുടെ പിന്തിരിയലിൽ നിന്നുണ്ടാകുന്ന നിരായാസഭാവത്തെ, സുഖത്തെ ആത്മാവിലേക്ക് അധ്യാരോപിച്ച് ന കരോമി കിഞ്ചിത് തൂഷ്ണീം സുഖമാസം ഇത് അഭിമന്യതേ ലോക. ഞാൻ ഒന്നും ചെയ്യണില്ല, സുഖമായിട്ടിരിക്കുകയാണ് എന്ന് അഭിമാനിക്കുന്നു. അപ്പോൾ ഉപാധികളുടെ വ്യാപാരത്തിൽ താൻ ചെയ്യുന്നു എന്ന് അഭിമാനിക്കുന്നു. ഉപാധികളുടെ വ്യാപാര ഉപരമത്തിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നും അഭിമാനിക്കുന്നു. ഇത് രണ്ടും തന്നെ സംബന്ധിക്കുന്നതല്ല. ശ്രദ്ധിക്കുക. തത്ര ഇതം ലോകസ്യ വിപരീത ദർശന അപനയനായാഹ ഭഗവാൻ കർമ്മണി അകർമ്മയ പശ്യേതിത്യാദി. അപ്പം ലോകത്തിൻ്റെ ഈ വിപരീത ദർശനത്തെ നീക്കുന്നതിനായിക്കൊണ്ടാണ് ഭഗവാൻ കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും ഉപദേശിക്കുന്നത്. വ്യക്തമാവുക? വ്യക്തമാവണേ, ഒന്നിച്ചു പോകണം. പൂർണ്ണമായിട്ട് സാധിക്കില്ല, ഒരു വിചാരം ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവും, അത്രയേ ഉള്ളൂ. പിന്നെ അവനവൻ പോയിട്ട് നല്ലപോലെ വിചാരം ചെയ്യണം, അതിനുള്ള സാധ്യത ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. അത്രച്ച് കർമ്മ കർമ്മ ഏവ സത് കാര്യകരണാശ്രയം കർമ്മരഹിതേ അവിക്രിയേ ആത്മനെ സർവൈഃ അധ്യസ്ഥം യതഃ പണ്ഡിതഃ അപി അഹം കരോമീതി മന്യത്തെ. ഇവിടെ കർമ്മം, വാസ്തവത്തിൽ കർമ്മം നമ്മൾ ലോകത്തിൽ പറയുന്ന എല്ലാ കർമ്മവും, അത് വൈദികമാകട്ടെ ലൗകികമാകട്ടെ, വൈദികമായാലും കൊള്ളാം ലൗകികമായാലും കൊള്ളാം, എല്ലാ കർമ്മങ്ങളും കാര്യകരണാശ്രയമാണ്. എന്താ കാര്യം? കാര്യം ശരീരം, കരണം ബാഹ്യ അന്തകരണങ്ങൾ. ബാഹ്യകരണങ്ങളെന്ന് പറഞ്ഞാൽ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ. അന്തകരണങ്ങളെന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അപ്പോൾ എല്ലാ കർമ്മങ്ങളും ഈ കാര്യകരണങ്ങളെ ആശ്രയിച്ചിട്ടുള്ളതല്ലേ? അല്ലേ? കാര്യകരണങ്ങൾ എൻ്റെതല്ലേ? അല്ല, ഞാനാണോ? എൻ്റേതാണ്. ഇനി എൻ്റേതാണോ എന്നുള്ളത് പിന്നെ ചിന്തിക്കാം. എൻ്റേന്ന് പറയാൻ നമുക്ക് എത്ര അധികാരമുണ്ട് എന്നുള്ളത് പിന്നെ ചിന്തിക്കാം. പക്ഷേ അങ്ങനെയാണ്, എൻ്റെത് ഞാനല്ല എന്ന് ഉറപ്പാണ്. അപ്പം കാര്യകരണങ്ങളുടേതായ വ്യാപാരത്തെ കർമ്മരഹിതമായ അവിക്രിയമായ ആത്മാവിലേക്ക് അധ്യാരോപിക്കുന്നു. എന്നിട്ട് യതഃ പണ്ഡിതഃ അപി അഹം കരോമീതി മന്യതേ. പണ്ഡിതൻ പോലും, ഇതൊക്കെ അറിയുന്ന ആൾ പോലും ഞാൻ ചെയ്യുന്നു. ഞാൻ ആത്മാവ് കർമാഭാവമാണെന്ന് വ്യാഖ്യാനിക്കണത് നന്നാവണില്ലേ? അല്ലേ? ഇല്ലേ? എന്താ അഭിപ്രായം? ആത്മാവ് കർമാഭാവമാണ്, കർമ്മരഹിതമാണെന്ന് ഞാൻ വ്യാഖ്യാനിക്കണത് നന്നാവില്ലേ? ഉണ്ട്. അതാ അത്ര വരെയാകുന്നു. എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നു. എനിക്ക് മനസ്സിലായി എന്ന് പറയണത് ബുദ്ധിയുടെ ധർമ്മത്തെ എന്നിലേക്ക് അധ്യാരോപിച്ചിട്ട്. എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നു, അതും ബുദ്ധിയുടെ ധർമ്മത്തെ തന്നിലേക്ക് ആരോപിച്ചിട്ട്. ഇതാണ് വ്യവഹാരം. അതഃ ആത്മസമവേതതയാ സർവലോകപ്രസിദ്ധേ കർമ്മണി അതഃ ആത്മസമവേതതയാ സർവലോകപ്രസിദ്ധേ കർമ്മണി നദീകൂലസ്ഥേഷു ഇവ വൃക്ഷേഷു ഗതിഃ പ്രാതിലോമ്യേന അകർമ്മ കർമാഭാവം യഥാഭൂതം ഗത്യഭാവമിവ വൃക്ഷേഷു യപശ്യേത് അകർമ്മണി ച കാര്യകരണവ്യാപാരോപരമേ കർമ്മവത് ആത്മനി അധ്യാരോപിതേ തൂഷ്ണീം അകുർവൻ സുഖം ആസേ ഇതി അഹങ്കാരാഭിസന്ധി ഹേതുത്വാത് തസ്മിൻ അകർമ്മണി ച കർമ്മ യഹ പശ്യേത് യഹ ഏവം കർമാകർമ്മ വിഭാഗജ്ഞഃ സഹ
ബുദ്ധിമാൻ പണ്ഡിതഃ മനുഷ്യേഷു സയുക്തഃ യോഗി കൃത്സ്നകർമ്മകൃത് ച സഹ അശുഭാത് മോക്ഷിതഃ കൃതകൃത്യഃ ഭവതി ഇത്യർത്ഥഃ. അപ്പോൾ ഇങ്ങനെ ഉപാധികളുടെ ധർമ്മത്തെ തന്നിലേക്ക് അധ്യാരോപിച്ച്, ഉപാധികളുടെ ധർമ്മത്തെ കർമ്മത്തെയും കർമാഭാവത്തെയും രണ്ടും, കർമ്മവും കർമാഭാവവും രണ്ടും ആത്മാവിൻ്റെതല്ല. ഞാൻ വ്യാപരിക്കുന്നു എന്നുള്ളതും വ്യാപാരങ്ങളിൽ നിന്ന് ഉപരമിക്കുന്നു എന്നുള്ളതും രണ്ടും ഉപാധിധർമ്മ. ഈ ഉപാധിധർമ്മങ്ങളെ തന്നിലേക്ക് അധ്യാരോപിച്ച് സർവലോക പ്രസിദ്ധമായിട്ട് ആത്മാവിൽ കർമ്മത്തെ ഘടിപ്പിക്കുകയാണ്. ഞാൻ ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നില്ല, രണ്ടും. ഏതുപോലെ നദീകൂലസ്ഥേഷു ഇവ വൃക്ഷേഷു ഗതിഹി പ്രാതിലോമ്യേന, നദീകൂലസ്ഥമായ നദീതടസ്ഥമായിരിക്കുന്നതായ വൃക്ഷത്തിൽ വിപരീതമായ ഗതി അധ്യാരോപിക്കുന്നത് പോലെ സത്യത്തിൽ ആരാ നീങ്ങുന്നത്? വഞ്ചിയാ നീങ്ങുന്നത്, തോണിയാ നീങ്ങുന്നത്. അപ്പോൾ നദിയുടെ കരയിലുള്ള വൃക്ഷം പ്രതിലോമഗതിയിൽ നീങ്ങുന്നു എന്ന് പറയുന്നത് പോലെ ആത്മാവിൽ അധ്യാരോപിക്കുന്നു. അപ്പം എന്ത് മനസ്സിലാക്കണം? അത് അകർമ്മമാണ് എന്ന് പഠിച്ചു കൊടുക്കണം. കർമ്മമായിട്ട് നിനക്ക് തോന്നുന്നത് വാസ്തവത്തിൽ അകർമ്മമാണ്. കർമാഭാവം, ഗത്യഭാവം. അവിടെ ഗത്യഭാവമാണ് വൃക്ഷങ്ങൾക്ക് എന്ന് ആര് കാണുന്നുവോ, വ്യക്തമാണല്ലോ. ഗതിമത്സു ഗത്യഭാവം, ഗതിയോടൊത്തവയിൽ ഗത്യഭാവം കാണുന്നു. തിരിച്ച് അകർമ്മണിജ കാര്യകരണ വ്യാപാരോപരമേ കർമ്മപദ ആത്മനി അധ്യാരോപിതേ തൂഷ്ണീം അകുർവൻ സുഖമാസേതി അഹങ്കാരാഭിസന്ധി ഹേതുത്വ തസ്മിൻ അകർമ്മണിച്ച കർമ്മയ പശ്യത്. ഇനി ഈ ഉപാധികളുടെ വ്യാപാര ഉപരമത്തിൽ, കാര്യകരണങ്ങളുടെ വ്യാപാരം ഉപരമിച്ച സമയത്ത് ആ കാര്യകരണ വ്യാപാരങ്ങളുടെ ഉപരമത്തെ, അകർമ്മത്തെ എവിടെ ഘടിപ്പിക്കുന്നു? ആത്മാവിൽ ഘടിപ്പിക്കുന്നു. അതും ശരിയല്ല. അതൊരു കർമ്മമാണ് വാസ്തവത്തിൽ. അത് അന്ധകരണത്തിൻ്റെ കർമ്മമാണ്. ആ അന്ധകരണത്തിൻ്റെ കർമ്മത്തെ കാണുന്നു അതിൽ. അപ്പം അകർമ്മം എന്ന് പറയുന്നതിൽ കർമ്മം, കർമ്മം എന്ന് പറയുന്നതിൽ അകർമ്മം. ഇതാണ് യഥാഭൂത ദർശനം, ഉള്ളതുപോലുള്ള ദർശനം, വേണ്ടതുപോലുള്ള ദർശനം. ഇങ്ങനെ ആര് കാണുന്നുവോ യഹേവം കർമാകർമ്മ വിഭാഗജ്ഞ, ഇപ്രകാരം കർമാകർമ്മങ്ങളെ ശരിയായി മനസ്സിലാക്കുന്നവൻ ആരാണ്? ബുദ്ധിമാൻ പണ്ഡിത. ഇവനാണ് ശരിയായ പണ്ഡിതൻ. മനുഷ്യേഷു, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഈ ദർശനമുള്ള ആളാണ് പണ്ഡിതൻ. സയുക്ത യോഗി, അവനാണ് യുക്തൻ. യുക്ത യോഗി, ചേർന്നവൻ, സമാഹിതൻ എന്നർത്ഥം. എന്തുമായി ചേർന്നവൻ? തന്നോട് ചേർന്നവൻ. അല്ലാത്തവരൊക്കെയോ? അല്ലാത്തവർ മറ്റു പലതിനോടും ചേർന്നവൻ. ഞാൻ കറുത്തിട്ട് വെളുത്തിട്ട് തടിച്ചിട്ട് മെലിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ സ്ഥൂല ശരീരത്തോട് ചേർന്നവൻ. ഞാൻ ശക്തിശാലി, ഞാൻ ദുർബലൻ എന്ന് പറയുമ്പോൾ പ്രാണങ്ങളോട് ചേർന്നവൻ. ഞാൻ വിദ്വാൻ, ഞാൻ പാമരൻ എന്ന് പറയുമ്പോൾ ബുദ്ധിയോട് ചേർന്നവൻ. ഇങ്ങനെ ആയിക്കോട്ടെ, ഉണ്ട്. അതുകൊണ്ടാണല്ലോ അതിന് വേർതിരിക്കാൻ പറയണത്. വൃക്ഷം പോകുന്നത് കാണുന്നു എന്നുള്ള സത്യമാണല്ലോ. വൃക്ഷം നീങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നീങ്ങുന്നുണ്ട്. നീങ്ങുന്നുണ്ടോ? ഇല്ല, തോണിയാണ് നീങ്ങണത്. ആ ജീവാത്മഭാവം ഉള്ളപ്പോൾ ഈ ആത്മാവിൽ വിദ്യാധ്യാരോപിതമായിരിക്കുന്ന കർമ്മങ്ങളെ കാണുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നിരസിക്കേണ്ടി വരുന്നേ, അല്ലെങ്കിൽ നിരസിക്കേണ്ടി വരില്ലല്ലോ. അതിൻ്റെ ആവശ്യമാണ്, ആ തലത്തിൽ അതിൻ്റെ ആവശ്യമാണ്. ഇരുന്നോളൂ, നീങ്ങോളൂ, ഞാൻ സുഖാണ്, ദുഃഖാണ്, മാനിയാണ്, അപമാനിയാണ് എന്ന് പറഞ്ഞിരിക്കാം, വിരോധമില്ല. അത് തന്നെ സത്യം എന്ന് പറഞ്ഞിരിക്കാം, വിരോധമൊന്നുമില്ല. ആരെങ്കിലും പിടിച്ചു വലിച്ച് വേദാന്തം പഠിക്കാൻ കൊണ്ടുവന്നോ? ഇല്ല, ഇല്ല. ഇവിടെ സുഖം തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളെ എടേ അത് സുഖമൊന്നല്ല, വാ വേദാന്തം പഠിക്കുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവരരുത്. ഏതെങ്കിലും രീതിയിൽ ഒരാൾക്ക് സുഖമായിട്ട് ഈ ലൗകികമായ വൃത്തിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ട് സന്തോഷിക്കാൻ നമുക്കും സാധിക്കണം.
അപ്പോൾ ചിലർ ചോദിക്കും, സ്വാമി മദ്യപിച്ചിട്ടൊരാൾ സുഖമായിരിക്കുകയാണെന്ന് പറഞ്ഞാലോ, ആയിക്കോട്ടെ, എന്നാലെങ്കിലും അയാൾക്ക് സുഖം കിട്ടില്ലേ? നിങ്ങൾ എന്തിനാണ് അവിടുന്ന് ആളെ പിടിച്ചു കൊണ്ടുവരുന്നത്? സുഖത്തിനെ തേടിയല്ലേ ഇപ്പം നോക്കണത്. അയാൾക്ക് എന്തെങ്കിലും ഒരു വ്യാപാരം കൊണ്ട് സുഖം ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ, അവരോടിത് പറയുന്നില്ല. ഇത് ഈ വിപരീത ദർശനം ഒന്ന് അഴിച്ചു മാറ്റണം എന്ന് ആഗ്രഹിച്ചു വരുന്നവരോടായി പറയണത്. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് അയാൾ കൃഷ്ണകർമ്മകൃത് പണ്ഡിതനാകുന്നു, യോഗി ചേർന്നവനാകുന്നു. കൃഷ്ണകർമ്മകൃത്, സമസ്ത കർമ്മകൃത്, ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തു കഴിഞ്ഞവനാകുന്നു, കൃതകൃത്യനാകുന്നു. അശുഭാത് മോക്ഷിത, അശുഭത്തിൽ നിന്ന് മോക്ഷ്യസേ അശുഭാത് എന്നാണ്, അശുഭത്തിൽ നിന്ന് മുക്തനാകുന്നു. ഏതാ അശുഭം? ഈ സംസാര ക്ലേശങ്ങളിൽ നിന്ന്. അതിൻ്റെ മുഴുവൻ കാരണം എന്താ? പരിമിതമായതുമായിട്ടുള്ള താതാത്മ്യമാണ്. പരിമിതമായതുമായിട്ടുള്ള താതാത്മ്യം വന്നപ്പോഴാണ് ഈ കർമ്മം വന്നത്. അതിൽ മുക്തനാകും. ഞാൻ അപരിമിത സ്വരൂപനാകുന്നു എന്ന ബോധമുറച്ചു. വ്യക്തമാണല്ലോ. അയം ശ്ലോകഃ അന്യഥാ വ്യാഖ്യാതഃ കൈശ്ചിത് കഥം നിത്യാനാം കില കർമ്മണാം ഈശ്വരാർത്ഥേ അനുഷ്ഠീയമാനാനാം തത്ഫലാഭാവാത് അകർമാണി താനി ഉച്യത്തെ ഗൗണ്യാവൃത്ത്യാ തേഷാം ച അകരണം അകർമ്മ തచ్చ പ്രത്യവായ ഫലത്വാത് കർമ്മ ഉച്യത്തെ ഗൗണ്യ ഏവ വൃത്ത്യാ തത്ര നിത്യേ കർമ്മണി അകർമ്മ യ പശ്യേത് ഫലാഭാവാത് യഥാ ധേനുഃ അപി ഗൗഃ അഗൗഃ ഉച്യത്തെ ക്ഷീരാഖ്യം ഫലം ന പ്രയച്ഛതീതി തദ്വത് തഥാ നിത്യ അകരണേ തോ അകർമ്മണി ച കർമ്മ യ പശ്യേത് നരകാദി പ്രത്യവായ ഫലം പ്രയച്ഛതീതി. ന ഏതത് യുക്തം വ്യാഖ്യാനം ഏവം ജ്ഞാനാത് അശുഭാത് മോക്ഷാനുപപത്തേഃ യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാദിതി ഭഗവതാ ഉക്തം വചനം ബാധ്യേത. കഥം നിത്യാനാം അനുഷ്ഠാനാത് അശുഭ സ്യാത് നാമ മോക്ഷണം ന തു തേഷാം ഫലാഭാവജ്ഞാനാത് നഹി നിത്യാനാം ഫലാഭാവജ്ഞാനം അശുഭമുക്തിഫലത്വേന ചോദിതം നിത്യകർമ്മജ്ഞാനം വാ ന ച ഭഗവതാ ഏവ ഇഹ ഉക്തം ഏതേന അകർമ്മണി കർമ്മദർശനം പ്രത്യുക്തം നഹി അകർമ്മണി കർമ്മ ഇതി ദർശനം കർത്തവ്യതയാ ഇഹ ചോദ്യത്തെ നിത്യസ്യ ച തു കർത്തവ്യതാ മാത്രം ന ച അകരണാത് നിത്യസ്യ പ്രത്യവായഃ ഭവതി ഇതി വിജ്ഞാനാത് കിഞ്ചിത് ഫലം സ്യാത് ന അപി നിത്യ അകരണം ജ്ഞേയത്വേന ചോദിതം ന അപി കർമ്മ അകർമ്മ ഇതി മിഥ്യാദർശനാത് അശുഭാത് മോക്ഷണം ബുദ്ധിമത്വം യുക്തത കൃത്സ്നകർമ്മകൃത്വാദി ച ഫലം ഉപപദ്യത്തെ സ്തുതിഃ വ മിഥ്യാജ്ഞാനമേവ ഹി സാക്ഷാത് അശുഭരൂപം കുതഃ അന്യസ്മാത് അശുഭാത് മോക്ഷണം നഹി തമത്തമസഃ നിവർത്തകം ഭവതി. അയം ശ്ലോകഃ അന്യഥാ വ്യാഖ്യാതഃ കൈശ്ചിത് കഥം നിത്യാനാം കില കർമ്മണാം ഈശ്വരാർത്ഥേ അനുഷ്ഠീയമാനാനാം തത്ഫലാഭാവാത് അകർമാണി താനി ഉച്യന്തെ ഗൗണ്യാവൃത്ത്യാ തേഷാം ച അകരണം അകർമ്മ തച്ച് പ്രത്യവായ ഫലത്വാത് കർമ്മ ഉച്യത്തെ ഗൗണ്യ ഏവ വൃത്ത്യാ തത്ര നിത്യേ കർമ്മണി അകർമ്മ യ പശ്യേത് ഫലാഭാവാത് യഥാ ധേനുഃ അപി ഗൗഃ അഗൗ ഉച്യത്തെ ക്ഷീരാഖ്യം ഫലം ന പ്രയച്ഛതി ഇതി തദ്വത് തഥാ നിത്യ അകരണേ തു അകർമ്മണി ച കർമ്മ യഃ പശ്യേത് നരകാദി പ്രത്യവായ ഫലം പ്രയച്ഛതി ഇതി. അപ്പോൾ ഇവിടെ ഭാഷ്യകാരൻ വ്യക്തമായി കർമ്മണ്യകർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയഃ സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണകർമ്മകൃത് എന്നുള്ളതിൻ്റെ മുഴുവൻ അർത്ഥവും പറഞ്ഞു. അതിൽ സംഭവിക്കാവുന്ന പൂർവപക്ഷങ്ങളെ ഉന്നയിച്ച് അതിന് സമാധാനവും
എന്നിട്ട് പറയുകയാണ് ഈ ശ്ലോകം വേറെ ചിലർ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇപ്പം ഇന്നത്തെ കാലത്ത് ഇത് വേണമെന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ അത്ര വലിയ പ്രസക്തമൊന്നുമല്ല. കാരണം പൂർവമീമാംസകരും വേദാന്തികളും തമ്മിലുള്ള അടിയൊന്നും ഇന്നില്ല. അതുകൊണ്ട് ഇന്നത്ര വലിയ പ്രസക്തമാണോ എന്ന് ചോദിച്ചാൽ വർത്തമാനകാല സ്ഥിതിയിൽ അത്ര വലിയ പ്രസക്തമല്ല ഇത്. പക്ഷേ എങ്ങനെ തലനാരിഴ കീറി പൂർവാചാര്യന്മാർ ശാസ്ത്രവിചാരം ചെയ്തു എന്നുള്ള ആ തിരിച്ചറിവ് തന്നെ അത്ഭുതകരമാണ്. അതിന് ശ്രദ്ധിക്കുക. കാരണം ഇന്നത്തെ ഒരു ലോകത്തിൽ ഈ പൂർവമീമാംസകരും വേദാന്തികളൊന്നും തമ്മിൽ തല്ലല്ല വേണ്ടത്. വേദകൽപ്പവൃക്ഷത്തിനുള്ളിലുള്ള എല്ലാവരും ഒന്നായി ചേർന്നിരിക്കുക വേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ശ്ലോകം ചിലരാൽ വേറെ ചില പ്രകാരം വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കൈശ്ചിത് അന്യഥാ വ്യാഖ്യാത അയം ശ്ലോക. കഥം, അതെങ്ങനെയാ അവർ വ്യാഖ്യാനിച്ചത് പറയൂ. അത് പറയാം. നിത്യകർമ്മങ്ങളുണ്ടല്ലോ, നിത്യകർമ്മങ്ങൾ ഈശ്വരാർത്ഥത്തിൽ ഈശ്വരനായിക്കൊണ്ട് അനുഷ്ഠിക്കപ്പെടുന്നതായ നിത്യകർമ്മങ്ങൾക്ക് ഫലമില്ലാത്തതുകൊണ്ട് അവ അകർമ്മങ്ങളാണ് എന്ന് ഗൗണവൃത്തിയാൽ അവരാദ്യം പറയും. എന്നിട്ട് രണ്ടാമതെന്ത് പറയും വെച്ചാൽ അവ ചെയ്യാതിരുന്നാൽ അത് അകർമ്മമാണ്. ആ അകർമ്മം പാപഫലത്തെ ഉണ്ടാക്കുന്നത് കൊണ്ട് അത് കർമ്മമാണ്. അകർമ്മത്തിൽ കർമ്മദൃഷ്ടി. ഇത് മനസ്സിലാക്കണമെങ്കിൽ പൂർവമീമാംസയിലെ ഈ പ്രധാനപ്പെട്ട ഒരു ആശയം മനസ്സിലാക്കണം. ഒരു കാരണവശാലും നിത്യകർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് പൂർവമീമാംസകന്മാർ പറയുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് സന്യാസം എന്നുള്ളത് ഒരു കാരണവശാലും ഇല്ല, പാടില്ല. മഹാപാപമാണ് സന്യസിക്കുക എന്ന് പറഞ്ഞത്. പൂർവമീമാംസാ ദർശനം അനുസരിച്ച് സന്യാസം എന്നൊന്നില്ല, സന്യാസം പാടില്ല. നമ്മൾ മരിക്കുന്നവരെ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് തന്നെ കഴിയണം. കുർവന്നേവേഹ കർമാണി ജിജീവിഷേച്ഛതം സമാഹ എന്നുള്ളത് മാത്രമേ അവർക്കുള്ളൂ. ഈ തേന തെക്തേന ഭുഞ്ചീതാഹ എന്നുള്ളതില്ല. അപ്പോൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. നിത്യനൈമിത്തികാദി കർമ്മങ്ങളെ ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോൾ? ജീവിതകാലം മുഴുവൻ, ആയുഷ്കാലം മുഴുവൻ. അവിടെയാണ് വേറൊരു വിഷയം വരുന്നത്. എന്താണ് നിത്യകർമ്മം ചെയ്തില്ലെങ്കിൽ ചോദ്യം. അപ്പം പൂർവമീമാംസകന്മാർ പറയും നിത്യകർമ്മം ചെയ്തില്ലെങ്കിൽ മഹാപാപമാണ്. നിത്യകർമ്മം ചെയ്തില്ലെങ്കിൽ പാപമാണ്. നിത്യകർമ്മം ചെയ്താലോ? ചെയ്താൽ ഒരു ഗുണമില്ല, ചെയ്താൽ പുണ്യമില്ല, പാപവും ഇല്ല. അപ്പം നിത്യകർമ്മങ്ങൾ ചെയ്താൽ പുണ്യമോ പാപമോ ഇല്ല. നിത്യകർമ്മം അശാസ്ത്രീയമായി ചെയ്താൽ പാപമുണ്ട്. നിത്യകർമ്മം ശാസ്ത്രീയമായി ചെയ്താലോ ഒരു ഗുണമില്ല, ചെയ്തില്ലെങ്കിലോ പാപമുണ്ട്. അപ്പം ഇത് വേദാന്തിക്ക് സമ്മതമല്ല. വേദാന്തി പറയുന്നത് ചെയ്തില്ലെങ്കിൽ പാപം ഉണ്ടെങ്കിൽ ചെയ്താൽ പുണ്യമുണ്ടെന്ന് പറയണം എന്നുള്ളതാണ്. പക്ഷെ അത് പൂർവമീമാംസകന് സമ്മതമല്ല. പൂർവമീമാംസകൻ പറയുന്നത് അവശ്യ കർത്തവ്യമായിട്ടുള്ള നിത്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ചെയ്താൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യവായ ദോഷമുണ്ട്, പാപദോഷമുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു പക്ഷം മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അപ്പം നിത്യകർമ്മങ്ങൾക്ക് ഫലം ഇല്ല. ഫലമില്ലാത്തത് കൊണ്ട് അതെന്താണ്? അകർമ്മമാണ്, ആണല്ലോ. അപ്പോൾ അകർമ്മത്തിൽ എങ്ങനെയാണ് അകർമ്മമാവുന്നത്? ഫലരഹിതമായതുകൊണ്ട് അകർമ്മമാണ്. എന്നാൽ അത് ചെയ്യാതിരുന്നാൽ എന്തുണ്ട്? പാപമുണ്ട്. അപ്പം അത് കർമ്മമാവുന്നു. അപ്പം അകർമ്മത്തിൽ കർമ്മം, പാപഫലത്വാത് കർമ്മം, അങ്ങനെയാണ്. അതെ, പാപഫലത്തെ ജനിപ്പിക്കുന്നത് കൊണ്ട് അത് കർമ്മമാണ് എന്ന് ഗൗണ്യാവൃത്തിയ പറയുന്നു. തേഷാം ച അകരണം അകർമ്മ തച്ച പ്രത്യവായ ഫലത്വാത് കർമ്മ. അവ ചെയ്യാതിരിക്കുന്നത് അകർമ്മമാണ്, അത് പാപഫലത്തെ തരുന്നത് കൊണ്ട് അത് കർമ്മമാണ്. അപ്പം എന്താ ദൃഷ്ടി? കർമ്മത്തിൽ അകർമ്മ ദൃഷ്ടി. എങ്ങനെ?
നിത്യകർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഫലമില്ല എന്നതുകൊണ്ട് കർമ്മത്തിൽ അകർമ്മം. അകർമ്മത്തിൽ അവ ചെയ്യാതിരുന്നാൽ പാപമുണ്ടെന്നുള്ളത് കൊണ്ട് കർമ്മം. ഇങ്ങനെയാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നു. തത്ര നിത്യകർമ്മണി അകർമ്മയെ പശ്യത്. നിത്യമായ കർമ്മത്തിൽ അകർമ്മത്തെ യാതൊരാൾ കാണുന്നുവോ എന്തുകൊണ്ട്? ഫലാഭാവാത്, ഫലമില്ല എന്നുള്ളത് കൊണ്ട്. യഥാ ഏതുപോലെ ധേനുഹു അപി ഗൗഹു അഗൗഹു ഉച്യതേ ക്ഷീരാക്യം ഫലം ന പ്രയച്ഛതീതി. പശുവാണ്, പാലില്ല, പാല് തരില്ല. പാലിപ്പം ഇല്ല എന്നല്ല, പാല് തരില്ല. അത് പ്രസവിക്കാനും കഴിയില്ല, അതുകൊണ്ട് തന്നെ പാലും ഉണ്ടാവില്ല. അപ്പം പറയാണ് പശു ആണെങ്കിലും അത് പശു അല്ല എന്ന് പറയും. ധേനുവാണ്, വർഗം ധേനുവാണ്, പക്ഷെ അത് ഗൗ അല്ല. എന്ത്? അതെ, പാല് തരുന്നത് പശു ആയതുകൊണ്ട്. പാല് തരുകയാണോ എന്നൊക്കെ ചോദിച്ചാൽ അത് വേറെ വിഷയം. പാല് പശു തരണമെന്നില്ല. ഉണ്ടോ? പശു നമുക്ക് പാല് തരണുണ്ടോ? ഇല്ല. നമ്മളത് കറന്നെടുക്കല്ലേ അതിനെ പിടിച്ചിട്ട് നിർത്തിയിട്ട്. എന്നിട്ട് പറച്ചില് നമ്മൾ പറയാം പശു പാല് തരുന്നു എന്ന് പറയും. അത് വെറും തട്ടിപ്പാണ്. പിടിച്ച് നിർത്തിയിട്ട് കറന്നെടുക്കണവും പോരാ, എന്നിട്ട് തരുന്നു എന്ന് പറയുകയും ചെയ്യുക. അതിരിക്കട്ടെ, അത് വേറെ വിഷയം. എന്നാലും ലൗകികമായിട്ട് അങ്ങനെയാണല്ലോ പറയുക. അപ്പം പശു ആണെങ്കിലും പാലില്ലാത്ത പശു പശു അല്ല എന്ന് പറയും. ധേനുഹു അഭി ക്ഷീരാഖ്യം ഫലം ന പ്രയച്ഛതി ഇതി അഗൗഹു ഉച്യതേ ഗൗഹു. ഗോവ് ഗോ അല്ല എന്ന് പറയപ്പെടുന്നത് പോലെ നിത്യകർമ്മം കർമ്മമല്ല. എന്തുകൊണ്ട്? ഫലമില്ലാത്തത് കൊണ്ട്. ഇത് വേദാന്തിക്ക് സമ്മതമല്ലേ? ഇത് പൂർവമീമാംസാപക്ഷമാണ്. തഥാ നിത്യാകരണേതോ അകർമ്മണി ച കർമ്മയ പശ്യേത് നരകാദി പ്രത്യവായ ഫലം പ്രയച്ഛതി ഇതി. നിത്യകർമ്മം ചെയ്തില്ലെങ്കിലോ നരകാദി പ്രത്യവായ ഫലമാണ്. നരകം തുടങ്ങിയ പ്രത്യവായങ്ങളെ തരുന്നത് കൊണ്ട് അതെന്താണ്? അകർമ്മം കർമ്മമാണ്. അപ്പം അകർമ്മത്തിൽ കർമ്മം, കർമ്മത്തിൽ അകർമ്മം. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമെന്ന് ചിലർ പൂർവമീമാംസാ പക്ഷികൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. ന ഏതദ്യുക്തം വ്യാഖ്യാനം. ഈ വ്യാഖ്യാനം ഒട്ടും ശരിയല്ല. എന്താ അതാ ശരിയല്ല? നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ശരിയല്ല എന്നാണോ പറയുക? കാരണമുണ്ട്. ഏവം ജ്ഞാനാത് അശുഭാത് മോക്ഷാനുപപത്തേ. ഇത് അറിഞ്ഞുകൊണ്ട് മോക്ഷം ഉണ്ടാവുക? ഇവിടെ ഫലം എന്താ പറഞ്ഞത്? ഇപ്രകാരം അറിഞ്ഞാൽ അശുഭത്തിൽ നിന്ന് മുക്തി വരുന്ന പറയണത്. ആ ഫലം ഇവിടെ യോജിക്കുകയോ ഈ ദർശനം കൊണ്ട്? ഇല്ല. നോക്കൂ, നിത്യകർമ്മം ചെയ്തില്ലെങ്കിൽ പാപമുണ്ടെന്നുള്ളത് കൊണ്ട് ഫലരഹിതമായ നിത്യകർമ്മം കർമ്മമാകുന്നു, അകർമ്മം കർമ്മമാകുന്നു. കർമ്മം നിത്യകർമ്മം ഫലത്തെ തരുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് അകർമ്മമാകുന്നു എന്നറിഞ്ഞതുകൊണ്ട് എവിടെ മോക്ഷം ഉണ്ടാവുക? അത് മോക്ഷഫലം തരുന്നില്ലല്ലോ. അശുഭാത് മോക്ഷാനുപപത്തേ യജ്ഞാത്വാ മോക്ഷസേ അശുഭാതി ഭഗവത ഉക്തം വചനം ബാധ്യത. അപ്പം യജ്ഞാത്വാ മോക്ഷസേ അശുഭാത് എന്നുള്ള ഭഗവത് വചനത്തിന് വിഘാതമാണിത്, വിരുദ്ധമാണ്. അതുകൊണ്ട് ഈ വ്യാഖ്യാനം സ്വീകാര്യം അല്ല. കഥം കഥം നിത്യാനാം അനുഷ്ഠാനാത് അശുഭാത് സ്യാത് നാമ മോക്ഷണം നതു തേഷാം ഫലാഭാവജ്ഞാനാത് നഹി നിത്യാനാം ഫലാഭാവജ്ഞാനം അശുഭമുക്തിഫലത്വേന ചോദിതം നിത്യകർമ്മജ്ഞാനം വാ നച ഭഗവത ഏവ ഇഹ ഉക്തം ഏതേന അകർമ്മണി കർമ്മദർശനം പ്രത്യുക്തം നഹി അകർമ്മണി കർമ്മ ഇതി ദർശനം കർത്തവ്യതയാ ഇഹ ചോദ്യതേ. നിത്യസ്യ തു കർത്തവ്യതാ മാത്രം നച അകരണാത് നിത്യസ്യ പ്രത്യവായഃ ഭവതി ഇതി വിജ്ഞാനാത് കിഞ്ചിത് ഫലം സ്യാത് ന അപി നിത്യ അകരണം
ജ്ഞേയത്വേന ചോദിതം. അപ്പോൾ നിത്യങ്ങളുടെ അനുഷ്ഠാനം കൊണ്ട് അശുഭത്തിൽ നിന്ന് മോചനം വരിക എന്നുള്ളതില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പോലും നിത്യം ചെയ്യുന്നത് കൊണ്ട് ഫലമില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ പോലും പൂർവ്വ മീമാംസകർ പോലും നിത്യകർമ്മ ആചരണം കൊണ്ട് ഫലമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിത്യത്തിൻ്റെ അനുഷ്ഠാനം കൊണ്ട് അശുഭത്തിൽ നിന്ന് മോചനം ഉണ്ടാവുമോ? ഇല്ല. നിങ്ങളുടെ പക്ഷം തന്നെ തെറ്റിപ്പോവുകയാണ്. നിത്യങ്ങളുടെ ഫലാഭാവജ്ഞാനം അശുഭമുക്തി ഫലത്തെ പ്രദാനം ചെയ്യുന്നില്ല. നിത്യകർമ്മങ്ങളെ സംബന്ധിക്കുന്ന ജ്ഞാനവും അശുഭ മുക്തിഫലം തരുന്നില്ല. ഇതൊന്നും ഭഗവാന് പറയപ്പെട്ടിട്ടില്ല. നിങ്ങൾ തോന്നിയണം വ്യാഖ്യാനിക്കുകയാണ്. ഇന്നിപ്പോൾ അങ്ങനത്തെ വ്യാഖ്യാനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഭഗവാൻ ഭാഷ്യകാരൻ ആരംഭത്തിൽ ഗീതാ ഭാഷ്യം രചിക്കാൻ തുടങ്ങുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ശ്രേഷ്ഠമായ സർവവേദസാരമായ ഭഗവത്ഗീതയെ പലരും പല പ്രകാരത്തിൽ വ്യാഖ്യാനിക്കാൻ എടുക്കുകയും അത്യന്ത വിരുദ്ധാർത്ഥത്വേന ലൗകികന്മാരാൽ പല പ്രകാരം വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തതിനാൽ അതൊക്കെ തെറ്റാണെന്ന് കാണിച്ച് ശരിയായ അർത്ഥത്തെ കാണിക്കാൻ വേണ്ടി നാം ലളിതമായൊരു ചെറിയ വ്യാഖ്യാനം ചെയ്യാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആരംഭിച്ചത്. അപ്പം അങ്ങനെയുള്ള ചില ഉചിത വ്യാഖ്യാനങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതൊന്നും ഇന്നത്തെ കാലത്തില്ല. ശങ്കരാചാര്യർ വന്നോടുകൂടി, ശങ്കരഭാഷ്യം വന്നോടുകൂടി അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ പൊതുവെ അപ്രസക്തമായി. പിന്നീട് എന്ത് സംഭവിച്ചു വെച്ചാൽ, ശങ്കരാചാര്യസ്വാമികളെ നിന്ദിക്കണം, വിമർശിക്കണം എന്നുള്ളവർക്ക് പോലും ഭാഷ്യകാരൻ കാണിച്ചു കൊടുത്ത മാർഗത്തെ സ്വീകരിക്കേണ്ടി വന്നു. ഭാഷ്യകാരൻ കാണിച്ചു കൊടുത്ത അർത്ഥത്തെ എടുത്തിട്ട് ഇത് തെറ്റാണെന്നാണ് വിശിഷ്ടദ്വൈതികളും ദ്വൈതികളൊക്കെ പറയുക. അതായത് ഗീതാ ചിന്തനത്തിനൊരു വഴിയിട്ട് കൊടുത്തു ശങ്കരാചാര്യർ. അതിനെ നിഷേധിക്കാൻ പിന്നെ ആർക്കും കഴിഞ്ഞിട്ടില്ല. മനസ്സിലായില്ല? അതുകൊണ്ട് സിദ്ധാന്തപരമായി ശങ്കരാചാര്യ സ്വാമികളോട് ഭാഷ്യകാരനോട് വിരോധമുള്ളവരും അർത്ഥകൽപ്പന ഭാഷ്യകാരൻ ചെയ്ത് തന്നെ ചെയ്യേണ്ടി വന്നു. കാരണം അതിന് ഇളക്കാൻ പറ്റില്ല. അതാണ് ശങ്കരഭാഷ്യത്തിൻ്റെ മഹത്വം. സിദ്ധാന്തപരമായി വിയോജിക്കുന്നവർ പോലും ആ അർത്ഥകൽപ്പന സ്വീകരിക്കേണ്ടി വന്നു. അത് ശ്രദ്ധിക്കില്ല. മനസ്സിലായില്ല? എന്നിട്ട് നിങ്ങളീ പറഞ്ഞ തെറ്റാന്ന് പറയും. അതിന് വിരോധമല്ല, പറഞ്ഞോട്ടെ, നല്ല സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നിത്യസ്യ തു കർത്തവ്യത മാത്രം. എന്നുവെച്ചാൽ അകരണാത് നിത്യസ്യ പ്രത്യവായോ ഭവതീതി വിജ്ഞാനാത് കിഞ്ചിത് ഫലം സ്യാത്. നിത്യകർമ്മം ചെയ്തില്ലെങ്കിൽ പാപമുണ്ട് എന്ന് അറിഞ്ഞിട്ട് എന്ത് മോക്ഷഫലം കിട്ടാനാ? നോക്കൂ, നിത്യകർമ്മം ചെയ്തില്ലെങ്കിൽ പാപമുണ്ട് എന്ന അറിവ് കൊണ്ട് എന്ത് മോക്ഷഫലം കിട്ടാനാണ്? അപ്പം ചിലപ്പോൾ പറഞ്ഞേക്കാം, അങ്ങനെയല്ല, ആ അറിവ് കൊണ്ട് ഒരാൾ നിത്യകർമ്മം ചെയ്യുമല്ലോ, റൈറ്റ്, നിങ്ങളുടെ പക്ഷത്ത് ചെയ്താലെന്താ ഗുണം? ഒരു ഗുണമില്ല. പിന്നെന്താ? വെറുതെ അല്ലേ? ആലോചിച്ചു. നാഭി കർമ്മ അകർമ്മ ഇത് മിഥ്യാദർശനാത് അശുഭാത് മോക്ഷണം ബുദ്ധിമത്വം യുക്തത കൃഷ്ണകർമ്മകൃത്വാദി ച ഫലം ഉപപദ്യതേ സ്തുതിഃ വാ. ന അപി കർമ്മ അകർമ്മ ഇതി മിഥ്യാദർശനാത് അശുഭാത് മോക്ഷണം ബുദ്ധിമത്വം യുക്തത കൃത്സ്നകർമ്മകൃത്വാദി ച ഫലം ഉപപദ്യതേ സ്തുതിഃ വാ. മിഥ്യാജ്ഞാനമേവ ഹി സാക്ഷാത് അശുഭരൂപം കുതഃ
അന്യസ്മാത് അശുഭാത് മോക്ഷണം നഹി തമഃ തമസഃ നിവർത്തകം ഭവതി. പിന്നെ കർമ്മം അകർമ്മമാണെന്നുള്ളതായ മിഥ്യാദർശനം കൊണ്ട്, ഏതാ അവിടെ കർമ്മം? നിത്യകർമ്മം ഫലം തരുന്നില്ല എന്നുള്ളത് കൊണ്ട് അകർമ്മമാണെന്നും, അകർമ്മമാണെങ്കിലും അത് ചെയ്യുന്നില്ലെങ്കിൽ പ്രത്യവായ ഫലത്തെ തരുന്നത് കൊണ്ട് കർമ്മമാണെന്നും ഉള്ള ദർശനം കൊണ്ട്, ഒരു മിഥ്യാദർശനമാണ്. ആ മിഥ്യാദർശനം കൊണ്ട് അശുഭത്തിൽ നിന്ന് മോക്ഷണമോ ബുദ്ധിമത്വമോ എങ്ങനെയുണ്ടാവുക? എന്ത് വിഡിത്താ പറയണത്? കൃഷ്ണകർമ്മകൃത്വം എങ്ങനെയാ അതുകൊണ്ട് സംഭവിക്കുക? ഇതുകൊണ്ട് എന്തെങ്കിലും സ്തുതി നടക്കുന്നുണ്ടോ? അതുമില്ല. അപ്പം ഈ പറയുന്ന വ്യാഖ്യാനം അത്യധികം അബദ്ധമാണ്. മിഥ്യാജ്ഞാനമേ, ഈ മിഥ്യാജ്ഞാനമാണ് അശുഭം. വാസ്തവത്തിൽ അശുഭം എന്ന് പറഞ്ഞാൽ മിഥ്യാജ്ഞാനമാണ്. അപ്പം നിങ്ങളുടെ മിഥ്യാജ്ഞാനം കൊണ്ട്, അശുഭം കൊണ്ട് സംസാരമാകുന്ന അശുഭം നീങ്ങും എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. എന്തുകൊണ്ട്? ഒരശുഭം കൊണ്ട് വേറൊരശുഭം എങ്ങനെ നീങ്ങുമെന്ന് പറയുക? തമസ്സിനെ നിവർത്തിപ്പിക്കുകയോ ഇരുട്ടിനെ നിവർത്തിപ്പിക്കുകയോ? ഇല്ല. അതുകൊണ്ട് ഈ ജാതി പൊട്ട വ്യാഖ്യാനമൊന്നും പറഞ്ഞിട്ട് ആളെ വട്ടത്തിലാക്കരുത് എന്നർത്ഥം. നനു കർമ്മണിയത് അകർമ്മദർശനം അകർമ്മണി വ കർമ്മദർശനം ന തത് മിഥ്യാജ്ഞാനം കിം തർഹി ഗൗണം ബലഭാവാഭാവനിമിത്തം. നനു കർമ്മണി യത് അകർമ്മദർശനം അകർമ്മണി വ കർമ്മദർശനം ന തത് മിഥ്യാജ്ഞാനം കിം തർഹി ഗൗണം ഫലഭാവാഭാവനിമിത്തം. അപ്പോൾ പൂർവപക്ഷിക്ക് കുറച്ചൊന്ന് ദേഷ്യം പിടിച്ചു. കാരണം അയാളുടെ ഒരു അടിത്തറയാണല്ലോ ചോദ്യം ചെയ്തത്. അപ്പോൾ കുറച്ചൊന്ന് ചൂടായി. അപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ മിഥ്യാദർശനം. ഇത് സിദ്ധാന്തിയോട് പറയുകയാണ്, ശങ്കരാചാര്യരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മിഥ്യാദർശനം തോന്നുന്നത് മിഥ്യാദർശനം ഞാൻ അംഗീകരിച്ചു തരണോ? ഏയ്, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. കാരണം കർമ്മത്തിൽ അകർമ്മദർശനമോ അകർമ്മത്തിൽ കർമ്മദർശനമോ മിഥ്യാജ്ഞാനമൊന്നും അല്ല, അത് ശരിയായ ജ്ഞാനം തന്നെയാണ്. എന്താ കാരണം? അത് ഫലഭാവാഭാവ വിഷയമാണ്. ഫലത്തിൻ്റെ അഭാവം കൊണ്ടാണ് അകർമ്മം എന്ന് പറഞ്ഞത്. അങ്ങനെ അകർമ്മമായിരിക്കുന്നത് ചെയ്തില്ലെങ്കിൽ പാപഫലം ഉണ്ടെന്നത് കൊണ്ടാണ് അതിന് അകർമ്മം എന്ന് പറഞ്ഞത്. അത് മിഥ്യാജ്ഞാനമൊന്നുമല്ല, ഗൗണമാണ്, ഗുണസംബന്ധിയായിരിക്കുന്ന വാദമാണ്. അപ്പോൾ ഗുണസംബന്ധിയായിരിക്കുന്നൊരു വാദത്തെ കൊണ്ട് മിഥ്യാദർശനം നിങ്ങൾ പറയാൻ പാടില്ല എന്ന് പൂർവപക്ഷി. നാ കർമാകർമ്മ വിജ്ഞാനാദപി ഗൗണാത് ഫലസ്യ ശ്രവണാത് നാപി ശ്രുതഹാന്യശ്രുത പരികൽപ്പനയാ കശ്ചിത് വിശേഷ ലഭ്യതേ. ന കർമാകർമ്മ വിജ്ഞാനാത് അപി ഗൗണാത് ഫലസ്യ അശ്രവണാത് ന അപി ശ്രുതഹാന്യശ്രുത പരികൽപ്പനയാ കശ്ചിത് വിശേഷ ലഭ്യതേ. വിഡിത്തം പറയരുത്. എന്ന് പറഞ്ഞാൽ നിഷേധിക്കുകയാണ്. നീ പറഞ്ഞത് തെറ്റാണ്, ഇങ്ങനത്തെ വിഡിത്തം പറയരുത്. എന്തുകൊണ്ടെന്നാൽ കർമാകർമ്മ വിജ്ഞാനം കൊണ്ട് എവിടെയാണോ മോക്ഷം? കർമാകർമ്മ വിജ്ഞാനം കൊണ്ട്, അതായത് ഫലരഹിതമായതുകൊണ്ട് കർമ്മം അകർമ്മമാണെന്നും പ്രത്യവായ ഫലത്തെ തരുന്നത് കൊണ്ട് അകർമ്മം കർമ്മമാണെന്നും അറിഞ്ഞതുകൊണ്ട് എങ്ങനെയാണ് ഫലം ഉണ്ടാവുക, മോക്ഷഫലം ഉണ്ടാവുക? അത് ശാസ്ത്രത്തിൽ പറഞ്ഞതല്ലല്ലോ, അത് ശ്രുതമല്ല അത്. പിന്നെ ഒരു പ്രകൃതത്തിൽ നമ്മൾ ചിന്തിച്ചു വരുന്നതിൽ നിന്ന് ഭിന്നമായിട്ട് ശ്രുതത്തെ ഉപേക്ഷിക്കുകയോ അശ്രുതത്തെ കൊണ്ടുവരികയോ ചെയ്യുന്നത് എന്തർത്ഥത്തിലാണ്? അത് വാദത്തിന് യോജിച്ചതല്ല. ശ്രുതഹാനി അശ്രുത പരികൽപ്പന. ശ്രുതഹാനി എന്ന് പറഞ്ഞാൽ, ശ്രുതഹാനി ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യവേ ഒട്ടും പ്രകൃതത്തിലില്ലാത്തത് കൊണ്ടുവരുന്നത് അശ്രുത പരികൽപ്പനയാണ്, ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ലാത്തത്.
പറഞ്ഞതിനെ ഉപേക്ഷിക്കുന്നത് ശ്രുതഹാനിയാണ്. ഇങ്ങനെയൊക്കെ നീ പുതിയ ചില വിഷയങ്ങളെ കൊണ്ടുവന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. കർമാകർമ്മ ജ്ഞാനം നീ പറഞ്ഞ പോലെയാണെങ്കിൽ അത് മോക്ഷഫലത്തെ പ്രദാനം ചെയ്യുന്നില്ല. സ്വശബ്ദേനാപി ശക്യം വക്തും നിത്യകർമ്മണാം ഫലം ന അസ്തി അകരണാത് ച തേഷാം നരകപാതഃ സ്യാദിതി തത്ര വ്യാജേന പരവ്യാമോഹരൂപേണ കർമ്മണി അകർമ്മ യ പശ്യേത് ഇത്യാദിന കിം തത്രൈവം വ്യാജക്ഷാണേന ഭഗവതാ ഉക്തം വാക്യം ലോകവ്യാമോഹാർത്ഥമിതി വ്യക്തം കൽപ്പിതം സ്യാത് ന ച ഏതച്ഛദ്മരൂപേണ വാക്യേന രക്ഷണീയം വസ്തു നാപി ശബ്ദാന്തരേണ പുനഃ പുനഃ ഉച്യമാനം സുബോധ സ്യാത് ഇത്യേവം വക്തും യുക്തം കർമ്മണ്യേവ അധികാരസ്തേ ഇത്യത്ര ഹി സ്ഫുടതരഃ ഉക്തഃ അർത്ഥഃ ന പുനഃ വക്തവ്യഃ ഭവതി. സർവത്ര ച പ്രശസ്തം ബോദ്ധവ്യം ച കർത്തവ്യമേവ ന നിഷ്പ്രയോജനം ബോദ്ധവ്യം ഇതി ഉച്യതേ. ന ച മിഥ്യാജ്ഞാനം ബോദ്ധവ്യം ഭവതി തത്പ്രത്യുപസ്ഥാപിതം വാ വസ്ത്വാഭാസം നാപി നിത്യാനാം അകരണാത് അഭാവാത് പ്രത്യവായ ഭാവോത്പത്തിഃ നാസതോ വിദ്യത്തെ ഭാവഃ ഇതി വചനാത്. കഥമസതഃ സജ്ജായേത ഇതി ച ദർശിതം. അസതഃ സജ്ജന്മ പ്രതിഷേധാത് അസതഃ സദുത്പത്തിം ബ്രുവത അസദേവ സദ് ഭവേത് സച്ച അസത് ഭവേത് ഇതി ഉക്തം സ്യാത് തച്ച അയുക്തം സർവപ്രമാണ വിരോധാത്. സ്വശബ്ദേന അപി ശക്യം വക്തും നിത്യകർമ്മണാം ഫലം ന അസ്തി അകരണാത് ച തേഷാം നരകപാതഃ സ്യാത് ഇതി തത്ര വ്യാജേന പരവ്യാമോഹരൂപേണ കർമ്മണി അകർമ്മ യ പശ്യേത് ഇത്യാദിന കിം തത്ര ഏവം വ്യാജക്ഷാണേന ഭഗവതാ ഉക്തം വാക്യം ലോകവ്യാമോഹാർത്ഥമിതി വ്യക്തം കൽപ്പിതം സ്യാത് ന ച ഏതച്ഛദ്മരൂപേണ വാക്യേന രക്ഷണീയം വസ്തു ന അപി ശബ്ദാന്തരേണ പുനഃ പുനഃ ഉച്യമാനം സുബോധ സ്യാത് ഇത്യേവം വക്തും യുക്തം. കർമ്മണ്യേവ അധികാരസ്തേ ഇത്യത്ര ഹി സ്ഫുടതരഃ ഉക്തഃ അർത്ഥഃ ന പുനഃ വക്തവ്യഃ ഭവതി. സർവത്ര ച പ്രശസ്തം ബോദ്ധവ്യം ച കർത്തവ്യമേവ ന നിഷ്പ്രയോജനം ബോദ്ധവ്യം ഇതി ഉച്യതേ. ന ച മിഥ്യാജ്ഞാനം ബോദ്ധവ്യം ഭവതി തത്പ്രത്യുപസ്ഥാപിതം വാ വസ്ത്വാഭാസം ന അപി നിത്യാനാം അകരണാത് അഭാവാത് പ്രത്യവായ ഭാവോത്പത്തിഃ നാസതോ വിദ്യത്തെ ഭാവഃ ഇതി വചനാത്. കഥമസതഃ സജ്ജായേത ഇതി ച ദർശിതം. അസതഃ സജ്ജന്മ പ്രതിഷേധാത് അസതഃ സദുത്പത്തിം ബ്രുവത അസദേവ സദ് ഭവേത് സദ് ച അസദ് ഭവേത് ഇതി ഉക്തം സ്യാത് തച്ച അയുക്തം സർവപ്രമാണ വിരോധാത്. പിന്നെ നീ പറയണ വ്യാഖ്യാനത്തിൻ്റെ ദോഷം നീ തന്നെ മനസ്സിലാക്കുന്നില്ല. വിവരക്കേടാണ്. അവനവൻ പറയുന്നതിൻ്റെ ദോഷം അവനവൻ തന്നെ മനസ്സിലാക്കേണ്ടതല്ലേ. നീ പറഞ്ഞത് സർവത്ര ദോഷമാണ്. എന്താ കാരണം വെച്ചാൽ സ്വശബ്ദേനാപി ശക്യം വക്തും നിത്യകർമ്മണാം ഫലം നാസ്തി. നിത്യകർമ്മങ്ങൾക്ക് ഫലമില്ല. ഇതിൽ അടിസ്ഥാനമായിട്ട് വേദാന്തി ഇത് യോജിക്കാൻ പറ്റാത്തതാണ്. വേദാന്തി നല്ല യുക്തി ഉണ്ടെങ്കിൽ യോജിക്കാൻ പറ്റില്ല. കാരണം നിത്യകർമ്മം ചെയ്തില്ലെങ്കിൽ പാപമുണ്ട് എന്ന് പറഞ്ഞാൽ ചെയ്താൽ പുണ്യം ഉണ്ടാവണ്ടേ? ഇനി ചെയ്താൽ പുണ്യം ഇല്ല എന്ന് പറഞ്ഞു വെച്ചോ, അപ്പം ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലാന്ന് പറയുന്നത്. അവിടെ അപ്പോൾ യുക്തി അപ്പം മറ്റേയാൾ പറയുന്ന ന്യായങ്ങളുണ്ട്. ഒരാൾ വിധി പ്രകാരം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ചിന്താഗതി എന്ന് എടുക്കരുത്,
ഇന്നിപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്തിന് യോജിക്കാത്തൊരു ദൃഷ്ടാന്തമാണ് അന്നത്തെ കാലത്ത് പറഞ്ഞത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നിപ്പോൾ വിവാഹം കഴിച്ചാൽ പത്നിയെ പരിപാലിക്കുക എന്നുള്ളതൊക്കെ ഇന്ന് പറഞ്ഞാൽ തല്ലുകൊള്ളും. അങ്ങനെ പത്നി പരിപാലിക്കപ്പെടേണ്ടവളല്ല. പതിയും പത്നിയും തുല്യമാണ്, അല്ലേ? പത്നി പതിയെ പരിപാലിക്കണം, പതി പത്നിയെ പരിപാലിക്കണം എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഏതെങ്കിലും ഒന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഇപ്പം ഇന്നത്തെ ഒരു നിലയ്ക്ക് നമ്മൾ പറയേണ്ടത്. പക്ഷേ അന്നത്തെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് പറയുകയാണ്, ഒരാൾ വിവാഹ സംസ്കാരം ചെയ്യുമ്പോൾ ചില പ്രതിജ്ഞകളുണ്ട്. എന്താണ്? ആ മരണം നമ്മൾ ഒന്നിച്ച് കഴിയും, ആ മരണം നിന്നെ ഞാൻ പരിപാലിച്ചു കൊള്ളാം എന്ന് പുരുഷൻ പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മന്ത്രപ്പം ചൊല്ലണ്ടെന്ന് വെച്ചാൽ മതി, വിവാഹത്തിൽ പ്രശ്നമല്ല. അപ്പം അങ്ങനെയാണ് എൻ്റെ സമ്പ്രദായം. അപ്പം ചോദ്യം, ഈ വിവാഹം കഴിച്ച ആൾ പത്നിയെ പരിപാലിച്ചു, പ്രതിജ്ഞ നിർവഹിച്ച് പരിപാലിച്ചു, ഗുണമുണ്ടോ ഇല്ലയോ? കേസുണ്ടോ? എന്തെങ്കിലും സമ്മാനം കിട്ടുമോ? നിനക്ക് ഞാൻ നിൻ്റെ പത്നിയെ പരിപാലിച്ചത് കൊണ്ട് സമ്മാനം തരുന്നു എന്ന് രാജാവ് പറയുമോ? ഇല്ല. ശരി, ഈ പ്രതിജ്ഞ ചെയ്ത് പത്നിയെ തിരിഞ്ഞു നോക്കിയില്ല, പരിപാലിച്ചില്ല, കുഴപ്പമുണ്ടോ? രാജാവ് പിടിച്ച് ജയിലിലടയ്ക്കും. വിവാഹം കഴിച്ചിട്ട് പത്നിയെ പരിപാലിച്ചിട്ടില്ലെങ്കിൽ അവനെ രാജാവ് പിടിച്ച് ജയിലിലടയ്ക്കും. പരിപാലിച്ചാലോ മിടുക്കൻ, നന്നായി എന്നാരെങ്കിലും പറയുമോ? ഒന്നും പറയില്ല. ഇത് തന്നെയാണ്. ഇതുപോലെ നിത്യകർമ്മത്തിന് ഫലമില്ല, നിത്യകർമ്മം ചെയ്തില്ലെങ്കിൽ പാപമുണ്ട് എന്നാണ് അവർ പറയണത്. ശരി, അത് പത്നി വിഷയത്തിലൊക്കെ ശരിയായി, ഇവിടെ ശരിയല്ല. അതുകൊണ്ട് നിത്യകർമ്മങ്ങൾക്ക് ഫലം ഇല്ല. അകരണാത് തേഷാം നരകപാത, അത് ചെയ്തില്ലെങ്കിൽ നരകപാതാദി ദോഷം ഉണ്ടാവും എന്നൊക്കെയാണല്ലോ ഇപ്പം നീ പറയണത്. ഇതൊന്നും നിൻ്റെ വാക്കിന് തന്നെ യോജിക്കില്ലടോ. കാരണം ചെയ്താൽ ഫലമില്ലെങ്കിൽ, ചെയ്തില്ലെങ്കിൽ എങ്ങനെ പാപം ഉണ്ടാവും? എന്താ ഇനി യുക്തി? അപ്പം നിന്റെ വാക്ക് വ്യാജമായിരിക്കുന്ന വാക്കാണ് നീ പറയണത്. ഈ വ്യാജമായ വാക്ക് നീ എന്തിനാ പറയണത്? പരവ്യാമോഹമാണ്. മറ്റുള്ളവരെ മോഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നീ പറയണത്. ബാക്കിയുള്ളവരെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണ് നീ ജാതിവാദങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ വ്യാജേന പരവ്യാമോഹരൂപേണ കർമ്മണി അകർമ്മയ പശ്യേത് ഇത്യാദിന ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കിട്ടാൻ പോണത്? കിം പ്രയോജനം? മറ്റേയാൾ ചൂടായത് കൊണ്ടാണ് ഇയാൾ ചൂടായതുണ്ടോ? സിദ്ധാന്തി എന്തിനാ ചൂടാവണമെന്ന് ചോദിച്ചാൽ, എന്തിനാ പൂർവപക്ഷി ചൂടായത്? പൂർവപക്ഷി ഇവിടെ ചൂടായല്ലോ, അല്ലേ? തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ നനു കർമ്മണി യത് അകർമ്മദർശനം, അകർമ്മണി വാ കർമ്മദർശനം നത് മിഥ്യാജ്ഞാനം എന്ന് പറഞ്ഞപ്പോൾ കുറച്ചും ചൂടായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് സിദ്ധാന്തി ചൂടായി, അത്രയേ ഉള്ളൂ. നീ പരവ്യാമോഹരൂപമായിരിക്കുന്ന വാക്യം പറഞ്ഞിട്ട് കിം പ്രയോജനം? എന്ത് പ്രയോജനമുണ്ടോ ഉള്ളത്? തത്രൈവം വ്യാജക്ഷാണേന ഭഗവത്. ഇനിയിപ്പം നിൻ്റെ അഭിപ്രായത്തിൽ ഇതാണോ ഭഗവാന്റെ അഭിപ്രായം? നിൻ്റെ അഭിപ്രായത്തിൽ ഇതാണോ ഭഗവാന്റെ ഉപദേശം? ആണെങ്കിൽ ഭഗവാൻ ലോകവ്യാമോഹാർത്ഥം പറഞ്ഞു എന്ന് പറയേണ്ടി വരും. ലോകരെ മോഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പറഞ്ഞത് എന്ന് വരും. അങ്ങനെ ഭഗവാൻ പറയുമോ? ലോകരെ വ്യാമോഹിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ പറയുമോ? ഇല്ല. വ്യാമോഹം ഇല്ലാതാക്കാൻ വേണ്ടിയേ ഭഗവാൻ പറയുള്ളൂ. അത് കൽപ്പിതമാണ്. ഇനി ഈ ഛത്മരൂപമായിരിക്കുന്ന വാക്യം കൊണ്ട് എന്താ ഈ കപടമായിരിക്കുന്ന വാക്യം കൊണ്ട് എന്താ രക്ഷണീയമായിട്ടുള്ളത്? നീ എന്താ പരീക്ഷിക്കാൻ നോക്കുന്നത്? നീ എന്ത് സിദ്ധാന്തമാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്? അതിന് കപടതയാർന്ന വാക്കാ പറയുക? നാഭി ശബ്ദാന്തരേണ പുനഃ ഉച്യമാനം സുബോധസ്യാദിത്യേവം ഭക്തിയുക്തം. ഒരു കാര്യം പല ശബ്ദങ്ങളെ കൊണ്ട് മാറി മാറി പറഞ്ഞാൽ ആശയം മനസ്സിലാവുമോ? ഇല്ലല്ലോ, അതുമില്ല. ഒരാശയത്തെ പല പല വാക്കുകളെ മാറ്റി മാറ്റി പറഞ്ഞതുകൊണ്ട് ഫലം കിട്ടാൻ പോണ്ടോ? ഇല്ല. അപ്പം കർമ്മണ്യ കർമ്മയ പശ്യേത്, അകർമ്മണിജ കർമ്മയ എന്ന് നീ പറഞ്ഞ പോലെ പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല. ഈ വിഷയമൊക്കെ കർമ്മണ്യേവ അധികാരസ്ഥ ഇത്യത്ര സ്ഫുടതരഹ ഉക്ത 2-ാം അധ്യായത്തിൽ ഈ വിഷയം നമ്മൾ സ്പഷ്ടമായി പറഞ്ഞതാണ്. പിന്നെ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇതിൻ്റെ വ്യാഖ്യാനം സ്വീകാര്യമല്ല. ഇനി പിന്നെ വേറൊന്നും കൂടി പറയാം. നമ്മൾ എന്താ ചിന്തിക്കുന്നത്? നമ്മൾ ശാസ്ത്ര വിചാര സദസ്സിലാണുള്ളത്.
അപ്പം ശാസ്ത്രവിചാരത്തിൽ സർവത്ര പ്രശസ്തമായതാണ് ബോധിപ്പിക്കേണ്ടത്. ആ ബോധിപ്പിക്കുന്നത് എന്താണോ അതായിരിക്കണം കർത്തവ്യം. എന്നൊരു പറയാം, പ്രശസ്തമാണ് ബോധിപ്പിക്കേണ്ടത്, ബോധിപ്പിക്കേണ്ടത് എന്തോ അതായിരിക്കണം കർത്തവ്യം. നിഷ്പ്രയോജനമായത് എന്തിനാ ബോധിപ്പിക്കുന്നത്? എടോ ഞാൻ ഇരിക്കേ, അവിടെ ഇരിക്കുമോ, ഞാൻ പറഞ്ഞുതരാം. ഒരു 10 ദിവസം കൂടിയിരുന്ന് നമുക്ക് പഠിക്കേണ്ടുന്ന വിഷയമുണ്ട്. എന്താ സ്വാമി അത്? അത് നിത്യകർമ്മത്തെക്കുറിച്ചാണ്. ശരി, ഇത് പഠിച്ചാൽ എന്താ ചെയ്യാൻ? നിത്യകർമ്മം ചെയ്യാം. ശരി, ചെയ്താൽ എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. എടാ എന്താ അത്? ഇതാണോ നീ ഇപ്പം ഇത്രയും വലിയ കാര്യമായിട്ടൊക്കെ പറയുന്നത്? നിഷ്പ്രയോജനമായതാണെങ്കിൽ അത് ഉപദേശിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? വെറുതെ എന്നുവെച്ചാൽ മിഥ്യാജ്ഞാനം ബോധവ്യം ഭവതി തത് പ്രത്യുപസ്ഥാപിതം വാ വസ്തുവാഭാസം. മിഥ്യാജ്ഞാനം ബോധിപ്പിക്കപ്പെടേണ്ടതായി തീരുന്നില്ല. അതിനാൽ ഉയർത്തി കാണിക്കപ്പെടുന്ന വസ്തുവാഭാസവും ഉയർത്തി കാണിക്കപ്പെടേണ്ടതല്ല. പിന്നെ ഇനി വേറൊന്ന് പറയാം. നിത്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പാപം ഉണ്ടാവുന്നല്ലേ നീ പറഞ്ഞത്? നോക്കൂ, എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ഫലം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. ചെയ്താൽ ഫലമുണ്ടാകും എന്ന് പറഞ്ഞാൽ സമ്മതിക്കാം. ചെയ്യാതിരുന്നാൽ ഫലം ഉണ്ടാവും എങ്ങനെയാ പറയുക? മനസ്സിലായില്ല? നോക്കൂ, ചെയ്യാതിരിക്കുക എന്നുള്ളത് ഭാവരൂപമാണോ അഭാവരൂപമാണോ? അഭാവരൂപമാണ്. അപ്പം അഭാവരൂപം കൊണ്ട് എങ്ങനെയാണ് ഭാവരൂപം ഉണ്ടാവുക? കാരണം ഫലം ഉണ്ടാവുക എന്നുള്ളത് ഭാവരൂപമാണ്. അപ്പം ചെയ്യാതിരിക്കുക എന്നുള്ളത് അഭാവരൂപമായതുകൊണ്ട് അഭാവത്തിൽ നിന്ന് എങ്ങനെയാ ഭാവം ഉണ്ടാവുക? അതാണ് നാസതോ വിദ്യതേ ഭാവ. അസത്തിന് ഭാവം ഇല്ല. അപ്പം ചെയ്യാതിരിക്കുക എന്നുള്ളതിന് ഫലോത്പത്തിയെ ചെയ്യുക എന്നുള്ളതില്ല. യുക്തി മനസ്സിലായില്ല? കഥം അസതസജ്ജായത ഇല്ലാത്തതിൽ നിന്ന് എങ്ങനെയാണോ ഉള്ളതുണ്ടാവുക? കഥം അസതസജ്ജായത ഇല്ലാത്തതിൽ നിന്ന് എങ്ങനെ ഉള്ളതുണ്ടാവും? ഇല്ലായ്മയിൽ നിന്ന് ഈശ്വരനെല്ലാം ഉണ്ടാക്കി. അതെങ്ങനെയുണ്ടോ ഇല്ലാത്തതിൽ നിന്നുണ്ടാക്കുക? അതെ, ഇല്ലായ്മയിൽ നിന്നല്ലോ ദൈവം ഇതിനെയെല്ലാം സംവിധാനിച്ചിരിക്കുന്നത് എന്നാണ്. എങ്ങനെ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കുക? ഒരു ഈശ്വരനും കഴിയില്ല. ഈശ്വരന് കഴിയാത്ത 2 പരിപാടിയുണ്ട്. എന്താണ്? ഇല്ലാത്തത് ഉണ്ടാക്കാൻ പറ്റില്ല, ഉള്ളത് ഇല്ലാണ്ടാക്കാനും പറ്റില്ല. എന്ത്? ഇല്ലാത്തത് ഉണ്ടാക്കാൻ ഒരു ഈശ്വരനും കഴിയില്ല, ഉള്ളത് ഇല്ലാണ്ടാക്കാൻ ഒരു ഈശ്വരനും കഴിയില്ല. ഉള്ളതിൽ നാമരൂപങ്ങൾ മാറി മാറി മറിഞ്ഞ് വരാം. ദ്രവ്യമൂർജമാകാം, ഊർജം ദ്രവ്യമാകാം, ഇതൊക്കെ സംഭവിക്കാം. പക്ഷെ ഉള്ളതില്ലാതാവുകയോ ഇല്ലാത്തത് ഉണ്ടാവുകയോ ചെയ്യില്ല. ഇനി ഇല്ലാത്തതിൽ നിന്ന് ഈശ്വരൻ ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഈശ്വരനുണ്ടല്ലോ. അപ്പൊ ഇല്ലായ്മയുണ്ടോ? ചിന്തിക്കുക. അതുകൊണ്ട് പറയാണ് കഥം അസത സജ്ജായേത ഇതി ചദർശിതം അസത സജ്ജന്മ പ്രതിഷേധാത് അസത സദുത്പത്തിം ബ്രുവത അസദേവ സദ്ഭവേത്. അപ്പോൾ അകരണരൂപമായതിൽ നിന്ന്, അഭാവത്തിൽ നിന്ന് ഭാവരൂപമായ പാപഫലമുണ്ടാകും എന്ന് പറഞ്ഞാൽ അസത്തിൽ നിന്ന് സദുത്പത്തി എന്നീ പറയുന്നു. അപ്പം അസത്തെന്താവും? സത്താവും. അങ്ങനെ ഉണ്ടാവുന്ന സത്തെന്താണ്? അസത്താണ്. അസത്തിൽ നിന്നുണ്ടാവുന്ന സത്തും അസത്താവാനല്ലേ തരുള്ളൂ, അല്ലേ? അതെ. ഇതൊക്കെ അയുക്തമാണ്ടോ? ഇങ്ങനത്തെ സർവപ്രമാണ വിരോധമായിരിക്കുന്ന വാക്യമൊന്നും നീ ശാസ്ത്ര ചർച്ചയിൽ പറയാൻ പാടില്ല. എന്നുവെച്ചാൽ നിഷ്ഫലം വിദധ്യാത് കർമ്മ ശാസ്ത്രം ദുഃഖ സ്വരൂപത്വാത് ദുഃഖസ്യ ച ബുദ്ധിപൂർവകതയാ കാര്യത്വാനുപപത്തേഹേ.
തദകരണേ ച നരകപാദാഭ്യുപഗമേ അനർത്ഥായ ഏവ ഉഭയഥ അപി കരണേ അകരണേ ച ശാസ്ത്രം നിഷ്ഫലം കൽപ്പിതം സ്യാത്. ഇനി മാത്രമല്ല, നോക്കൂ, നച നിഷ്ഫലം വിദധ്യാത് കർമ്മ ശാസ്ത്രം ദുഃഖസ്വരൂപത്വാത് ദുഃഖസ്യ ച ബുദ്ധിപൂർവകതയാ കാര്യത്വാനുപപത്തേഃ തദകരണേ ച നരകപാദാഭ്യുപഗമേ അനർത്ഥായ ഏവ ഉഭയഥാ അപി കരണേ അകരണേ ച ശാസ്ത്രം നിഷ്ഫലം കൽപ്പിതം സ്യാത്. പിന്നെ വേറൊരു കാര്യം, ഈ നിത്യകർമ്മമൊക്കെ ആരാ പറഞ്ഞത്, ആരാ വിധിച്ചത്? ശാസ്ത്രമാണ്. അപ്പം ശാസ്ത്രം നിഷ്ഫലമായ ഒന്നിനെ വിധിക്കുമോ? എന്താ ചിന്തിക്കാത്ത? ശാസ്ത്രമാണ് നിത്യകർമ്മത്തെ വിധിക്കുന്നത്. ശാസ്ത്രം നിഷ്ഫലമായ ഒന്നിനെ വിധിക്കുമോ? എന്താ അഭിപ്രായം? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇല്ല, നിഷ്ഫലമായ ഒന്നിനെ ശാസ്ത്രം വിധിക്കില്ല. ഇനി മാത്രമല്ല, ഈ നിത്യകർമ്മം ചെയ്യാൻ എത്ര പണിയുണ്ട്, ദുഃഖമുണ്ട്. പഠിക്കണം, പഠിച്ചാൽ മതിയോ? അനുഷ്ഠിക്കണം. വെറുതെ അനുഷ്ഠിക്കാൻ പറ്റുമോ? കാടായ കാട് മുഴുവൻ പോയി ഹോമദ്രവ്യങ്ങളൊക്കെ സ്വരൂപിച്ച് കൊണ്ടുവന്ന്, പിന്നെ നെയ്യ് കൊണ്ടുവന്ന് അഗ്നിചായനം ചെയ്ത് നല്ല പണിയുണ്ട്, വെറുതെ നടപ്പില്ല. അപ്പം സംഭരിക്കാൻ ദുഃഖം, പഠിക്കാൻ ദുഃഖം, അത് കഴിഞ്ഞ് ചെയ്യാൻ ദുഃഖം. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് എന്താ ഫലം എന്ന് ചോദിച്ചാലോ ഒരു ഫലമില്ല. അങ്ങനത്തെ ഒരു പരിപാടി ശാസ്ത്രം പറയുമോ? അപ്പോൾ ചെയ്യാൻ എന്താണ്? ദുഃഖം. അപ്പം ബുദ്ധിയുള്ളൊരു ബുദ്ധിപൂർവകതയെ ദുഃഖം ചെയ്യോ? കാര്യത്വാനുപപത്തേ. ബുദ്ധിപൂർവകമായിട്ടൊരു ദുഃഖം ചെയ്ത് കൂട്ടുക എന്നുള്ളത് ബുദ്ധിയുള്ളവർ ചെയ്യോ? ഇല്ല. ഇനി പോട്ടെ, ചെയ്യില്ല, ചെയ്തില്ലെങ്കിൽ പാപം. തദകരണേ നരകപാദാഭ്യുപഗമം. ചെയ്തില്ലെങ്കിൽ നരകം. ചുരുക്കി പറഞ്ഞാൽ ഉഭയഥാപി, രണ്ടായാലും കരണേ അകരണേച്ച, ചെയ്താലും ചെയ്തില്ലെങ്കിലും ദുഃഖമാണ് എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രത്തിന് യോജിക്കുന്നത് അല്ല. ശാസ്ത്രം നിഷ്ഫലം കൽപ്പിതം സ്യാത്. ഇപ്പോൾ ശാസ്ത്രം നിഷ്ഫലമാണെന്ന് കൽപ്പിക്കപ്പെടും. അങ്ങനെ ഒരിക്കലും പറയരുത്. ഋഷിപ്രോക്തമായിരിക്കുന്ന ഉപദേശങ്ങളെ നിഷ്ഫലമാണെന്നോ ദുഃഖപ്രദമാണെന്നോ പറയാൻ പാടില്ല. സ്വാഭ്യുപഗമ വിരോധഃ ച നിത്യം നിഷ്ഫലം കർമ്മ ഇതി അഭ്യുപഗമ്യ മോക്ഷഫലായ ഇതി ബ്രുവതഃ. സ്വാഭ്യുപഗമ വിരോധഃ ച നിത്യം നിഷ്ഫലം കർമ്മ ഇതി അഭ്യുപഗമ്യ മോക്ഷഫലായ ഇതി ബ്രുവതഃ. തസ്മാത് യഥാശ്രുത ഏവ അർത്ഥഃ കർമ്മണി അകർമ്മ യഹ ഇത്യാദേഹ തഥാ ച വ്യാഖ്യാതഃ അസ്മാഭിഃ ശ്ലോകഃ. പിന്നെ നീ പറഞ്ഞതിന് തന്നെ സർവത്ര വിരോധമുണ്ട്. സ്വ അഭ്യുപഗമ വിരോധം. നീ പറഞ്ഞത് തന്നെ വിരോധമുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിത്യകർമ്മം നിഷ്ഫലമാണ് ഒരു ഭാഗത്ത് പറയുക, എന്നിട്ട് പറയുക മോക്ഷഫലത്തിനായി കൊണ്ട് തീരും. അങ്ങനെയത് ചെയ്തില്ലെങ്കിൽ പാപമുണ്ട്, ചെയ്താൽ ഗുണമില്ല. ഇതൊക്കെ എന്ത് അബദ്ധമുണ്ടോ? അതുകൊണ്ട് നാം പറഞ്ഞത് മാത്രമാണ് ഈ ശ്ലോകത്തിൻ്റെ ശരിയായ അർത്ഥം. അതാണ് യഥാശ്രുതഃ ഏവ അർത്ഥഃ. ശ്രുതിക്ക് അനുസൃതമായി നാം പറഞ്ഞ് നിങ്ങൾ കേട്ടതായ അർത്ഥമുണ്ടല്ലോ, കർമ്മണ്യകർമ്മയ പശ്യത് എന്നുള്ളതിന്, അതിന് തഥാച വ്യാഖ്യാതഃ അസ്മാഭിഃ, നമ്മളാൽ വ്യാഖ്യാനിക്കപ്പെട്ടത് മാത്രമാണ് ശരിയായ അർത്ഥം. യവന്മാരൊക്കെ പറയണതൊക്കെ അത്യബദ്ധം ഇതി എന്നും പറഞ്ഞ് ആ ശ്ലോകം പൂർത്തിയാക്കി. തദ്ദേതത് കർമ്മണി അകർമാദി ദർശനം സ്തൂയതേ. തദ്ദേതത് കർമ്മണി അകർമാദി ദർശനം
സ്തൂയത്തെ. അപ്പോൾ ഈ കർമ്മത്തിൽ അകർമ്മം, അകർമ്മത്തിൽ കർമ്മം എന്ന ദർശനത്തെ സ്തുതിക്കുന്നു. വിട്ടുപോരുതേ, ഈ പ്രവാഹത്തിൽ പെട്ടിട്ട് മുഖ്യധാര വിട്ടുപോകരുത്. എന്താ മുഖ്യധാര? അകർമ്മമായിരിക്കുന്ന ആത്മാവിൽ ഉപാധികളുടെ ധർമ്മങ്ങളെ അധ്യാരോപിച്ച് കർമ്മത്തെ കാണുന്നു. ഉപാധികളുടെ ഉപരമത്തെ, അകർമ്മത്തെ ആത്മാവിൽ അധ്യാരോപിക്കുന്നു. ഇത് രണ്ടും ശരിയല്ല. ആത്മാവ് അകർമ്മരൂപമാണ്. 2, ഇന്ന കർമ്മത്തിന് ഇന്ന ഫലം എന്ന കാഴ്ചപ്പാടോടുകൂടി പല കർമ്മങ്ങൾ കർത്തവ്യമായി കണക്കാക്കി ലൗകിക വൈദികാദിയുടെ പിന്നാലെ നട്ടോട്ടമോടുന്നു. അവിടെ അത് പരമാർത്ഥത്തിൽ മോക്ഷഹേതുവല്ല എന്ന തിരിച്ചറിവിൽ അതിൽ അകർമ്മത്തെ കാണുന്നു. ആത്മസ്വരൂപാനുസന്ധാനമാകുന്ന അകർമ്മസ്വരൂപത്തിൽ കർമ്മത്തെയും കാണുന്നു. ആരോ അവനാണ് മനുഷ്യന്മാരിൽ ബുദ്ധിമാൻ, കൃതകൃത്യൻ, യുക്തൻ എന്നുള്ളതാണ് സിദ്ധാന്തം. ഈ ദർശനത്തെ സ്തുതിക്കുന്നു. എങ്ങനെയാണ് സ്തുതിക്കുന്നത്? യസ്യ സർവേ സമാരംഭാഃ കാമസങ്കൽപ്പവർജിതാഃ ജ്ഞാനാഗ്നിദഗ്ധകർമാണം തമാഹു പണ്ഡിതം ബുധാഃ. യസ്യ സർവേ സമാരംഭാഃ കാമസങ്കൽപ്പവർജിതാഃ ജ്ഞാനാഗ്നിദഗ്ധകർമാണം തമാഹു പണ്ഡിതം ബുധാഃ. യസ്യ സർവേ സമാരംഭാഃ, സമാരംഭാഃ സമ്യക് ആരംഭിക്കപ്പെടുന്നത് കർമ്മങ്ങൾ, സമ്യക് ആരംഭിക്കപ്പെടുന്നത് കർമ്മങ്ങൾ, കർമ്മങ്ങളാണല്ലോ ആരംഭിക്കപ്പെടുക. അപ്പോൾ ആരുടെ എല്ലാ കർമ്മങ്ങളും കാമസങ്കല്പരഹിതാഃ, കാമസങ്കല്പവർജിതങ്ങൾ എന്ന് പറഞ്ഞാൽ കാമസങ്കല്പരഹിതങ്ങൾ. ഇതിൻ്റെ ഫലം എനിക്ക് വേണം, ഇന്നതിനായിക്കൊണ്ട് ഞാൻ ഇന്നത് ചെയ്യുന്നു, ഇത് ഞാനാണ് ചെയ്യണത്, ഇതിൻ്റെ ഫലം എനിക്ക്, ഇങ്ങനെയുള്ള കാമസങ്കല്പങ്ങളെല്ലാം ആരിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നുവോ, അപ്രസക്തമായിരിക്കുന്നുവോ, അങ്ങനെയുള്ള ജ്ഞാനാഗ്നി ദഗ്ധകർമാണം, ജ്ഞാനമാകുന്ന അഗ്നിയാൽ ദഹിക്കപ്പെട്ട കർമ്മത്തോടു കൂടിയവനെ, അവൻ്റെ കർമ്മം ദഹിക്കപ്പെട്ട കർമ്മമാണ്. കർമ്മം ഇല്ലേ? കർമ്മമുണ്ട്. എങ്ങനത്തെ കർമ്മമാണ്? ദഹിക്കപ്പെട്ട കർമ്മമാണ്. വറുത്ത പയർവിത്ത് പോലെ കാഴ്ചയ്ക്കുണ്ട്, അതിന് മുളക്കില്ല, അത് പുതിയ ഫലത്തെ ഉണ്ടാക്കില്ല. വറുക്കാത്ത പയർവിത്തും വറുത്ത പയർവിത്തും കാഴ്ചയ്ക്ക് ഒരുപോലെ തന്നെ. ഒന്നൊരു ഭാഗത്ത് കുറച്ചൊന്ന് പതച്ചു, മറ്റത് മറ്റേ ഭാഗത്ത് പതച്ചു വെച്ചാൽ രണ്ടിനും ഒരുപോലെ വെള്ളം കൊടുത്തു വെച്ചാൽ ഒന്ന് മുളയ്ക്കും, മറ്റത് മുളയ്ക്കില്ല. വറുത്ത പയർവിത്ത് പോലെയാ, പുറമെ കാണാൻ ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ ജ്ഞാനാഗ്നിയാൽ ദഹിക്കപ്പെട്ട കർമ്മത്തോടൊത്തവനാണ്. അങ്ങനെയുള്ള ആളെ ബുധാഹ, വിവേകികൾ എന്തു പറയുന്നു? പണ്ഡിതൻ എന്ന് പറയുന്നു. അവിവേകികൾ ആരെയാ പണ്ഡിതൻ എന്ന് പറയുക? ആൾ വിദ്വാനാണ്, ഒരുപാട് ഉപദേശങ്ങളെ ചെയ്യുന്ന ആളാണ്, ഒരുപാട് ശിഷ്യന്മാരുണ്ട്, ഒരുപാട് പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒരുപാട് പ്രസംഗിക്കുന്നൊക്കെ പറഞ്ഞാൽ പണ്ഡിതനാണെന്ന് അവിവേകികൾ പറയും. വിവേകികൾ ആരെയാ പണ്ഡിതൻ എന്ന് പറയണത്? ജ്ഞാനാഗ്നിയാൽ ദഹിക്കപ്പെട്ട കർമ്മത്തോടു കൂടിയവനെ പണ്ഡിതനെന്ന് പറയുന്നു. ഇതാണ് ഈ ദർശനം. അതായത് ആര് യഥാർത്ഥമായിരിക്കുന്ന ആത്മദർശനം കൊണ്ട് കാമസങ്കല്പങ്ങളെല്ലാം ഭസ്മീകൃതമായിരിക്കുന്നുവോ, അങ്ങനെ ഭസ്മീകൃതമായ ജ്ഞാനാഗ്നിയാൽ ഭസ്മീകൃതമായ കർമ്മത്തോടു കൂടിയവനെ പണ്ഡിതനെന്ന് പറയുന്നു. നോക്കൂ, യസ്യ യഥോക്തദർശിനഃ സർവേ യാവന്തഃ സമാരംഭാഃ കർമാണി സമാരഭ്യന്തെ ഇതി സമാരംഭാഃ കാമസങ്കല്പവർജിതാഃ കാമൈഃ തത്കാരണൈഃ ച സങ്കല്പൈഃ വർജിതാഃ മുധാ ഏവ ചേഷ്ടാമാത്രാഃ അനുഷ്ഠീയന്തെ പ്രവൃത്തേന ചേത് ലോകസംഗ്രഹാർത്ഥം നിവൃത്തേന ചേത് ജീവനമാത്രാർത്ഥം.
തം ജ്ഞാനാഗ്നിദഗ്ധകർമാണം കർമാദൗ അകർമാദിദർശനം ജ്ഞാനം തദേവ അഗ്നി തേന ജ്ഞാനാഗ്നിന ദഗ്ധാനി ശുഭാശുഭലക്ഷണാനി കർമാണി യസ്യ തം ആഹു പരമർത്ഥതഃ പണ്ഡിതം ബുധാഃ ബ്രഹ്മവിദഃ. യസ്യ യഥോക്തദർശിനഃ സർവേ യാവന്തഃ സമാരംഭാഃ കർമാണി സമാരഭ്യന്തെ ഇതി സമാരംഭാഃ കാമസങ്കല്പവർജിതാഃ കാമൈഃ തത്കാരണൈഃ ച സങ്കല്പൈഃ വർജിതാഃ മുധാ ഏവ ചേഷ്ടാമാത്രാഃ അനുഷ്ഠീയന്തെ പ്രവൃത്തേന ചേത് ലോകസംഗ്രഹാർത്ഥം നിവൃത്തേന ചേത് ജീവനമാത്രാർത്ഥം തം ജ്ഞാനാഗ്നിദഗ്ധകർമാണം കർമാദൗ അകർമാദിദർശനം ജ്ഞാനം തദേവ അഗ്നി തേന ജ്ഞാനാഗ്നിന ദഗ്ധാനി ശുഭാശുഭലക്ഷണാനി കർമാണി യസ്യ തം ആഹുഃ പരമാർത്ഥതഃ പണ്ഡിതം ബുധാഃ ബ്രഹ്മവിദഃ. അപ്പോൾ ഈ പറഞ്ഞ ദർശനത്തോടു കൂടിയ ആൾ ഏതാ ദർശനം? കർമ്മത്തിൽ അകർമ്മം, അകർമ്മത്തിൽ കർമ്മം. ഈ ദർശനത്തോടു കൂടിയ ആൾ അയാൾക്ക് സർവേ സമാരംഭാഃ എല്ലാ കർമ്മങ്ങളും, സമാരംഭം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ, സമാരഭ്യന്തേ ഇതി സമാരംഭാഃ ആരംഭിക്കപ്പെടുന്നത്. എന്താരംഭിക്കപ്പെടുന്നത്? കർമ്മമാണ്. ജ്ഞാനം ആരംഭിക്കപ്പെടുന്നതല്ല. എല്ലാ കർമ്മങ്ങളും കാമസങ്കല്പവർജിതങ്ങളാണ്. കാമസങ്കല്പവർജിതങ്ങൾ, കാമങ്ങളാലും അതിന് കാരണങ്ങളായ സങ്കല്പങ്ങളാലും രഹിതങ്ങളാണ്. കാമങ്ങളുമില്ല, തത്കാരണങ്ങളായ സങ്കല്പങ്ങളുമില്ല. സങ്കല്പത്തിൽ നിന്നാണല്ലോ കാമം ഉണ്ടാവുന്നത്, ഇല്ലേ? ഇത് കൊള്ളാലോ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇതെനിക്കായാൽ കൊള്ളാലോ എന്ന് തോന്നുന്നത്. ഇപ്പം സങ്കല്പത്തിൽ നിന്നാണ് കാമം. ഇപ്പം സങ്കല്പങ്ങളും കാമങ്ങളും ഒഴിഞ്ഞ, ആഗ്രഹങ്ങൾ ഒഴിഞ്ഞ രീതിയിൽ ചെയ്യുന്നു, കർമ്മങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫലകാമന ഇല്ലാതെ ചെയ്യാണ് അയാൾ. പ്രയോജനം ഇച്ഛിച്ചാൽ മുധായേവ. അവിടെ വെറുതെ എന്ന് പറഞ്ഞാൽ വ്യർത്ഥമായി എന്നുള്ള അർത്ഥത്തിലല്ല മുധ, ഫലരഹിതമായി, ഫലകാമന ഇല്ലാതെ കണ്ട് കേവലം ചേഷ്ടാമാത്രമായിട്ട് അനുഷ്ഠിക്കപ്പെടുകയാണ് ഒരാളാൽ. അപ്പം പറയുകയാണത് പ്രവൃത്തി മാർഗത്തിലുള്ള ആളാണോ നിവൃത്തി മാർഗത്തിലുള്ള ആളാണോ? ചോദ്യം. രണ്ടും ആവാം. നിവൃത്തി മാർഗത്തിലുള്ള ആൾ കർമ്മങ്ങളെ ചെയ്യുമോ? പറയാണ് നിവൃത്തേന ചെയ്ത് ജീവനമാത്രാർത്ഥം, ശരീരത്തെ നിലനിർത്താൻ വേണ്ടി മാത്രം. ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം എന്ന് വേറെ പറയുന്നുണ്ട്. ശരീരസ്ഥിതിഹേതുവായിട്ടുള്ള കർമ്മം ചെയ്യുന്നു. അതെന്താണ്? വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക, അതിനായിക്കൊണ്ടുള്ളത് ചെയ്യുക. ഇങ്ങനെ നിവൃത്തി നിരതനാണെങ്കിൽ ശരീരസ്ഥിതി ഹേതുവിനായിട്ട്. ഇനി പ്രവൃത്തനാണെങ്കിലോ? പ്രവൃത്തനാണെങ്കിൽ ലോകസംഗ്രഹാർത്ഥം, ലോകത്തിൻ്റെ ഉന്മാർഗ പ്രവൃത്തിയെ നീക്കാൻ വേണ്ടിയിട്ട്. ആര് ലോകത്തെ കാണുന്നില്ലയോ അവൻ ലോകത്തെ നന്നാക്കാൻ പണിയെടുക്കണോ? ആര് ലോകത്തെ കാണുന്നില്ലയോ അവൻ ലോകത്തെ നന്നാക്കാൻ പണിയെടുക്കണോ? വേണ്ട. അവൻ അവൻ്റെ പാട്ടിന് അവധൂത വൃത്തിയിൽ. ലോകത്തെ കാണുന്നൊരു ലോകത്തെ നന്നാക്കട്ടെ. അപ്പോൾ പ്രവൃത്തേന ചെയ്ത് പ്രവൃത്തി മാർഗത്തിലുള്ളവനാണെങ്കിൽ ലോകസംഗ്രഹാർത്ഥം, ലോകത്തിൻ്റെ ഉന്മാർഗ പ്രവൃത്തി നിവാരണാർത്ഥം. ഇനി നിവൃത്തനാണെങ്കിലോ ജീവന മാത്രാർത്ഥം, ഈ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് കർമ്മങ്ങളെ ചെയ്യുന്നത്. വ്യക്തമാണല്ലോ. അങ്ങനെ ജ്ഞാനാഗ്നിയാൽ ദഹിക്കപ്പെട്ട കർമ്മത്തോട് അവിടെ കർമ്മമുണ്ട്, കർമ്മമുണ്ട്, ദഹിച്ച കർമ്മമാണ്. അതിനി വീണ്ടും ഫലാരംഭത്തെ ചെയ്യില്ല. അതാ മനസ്സിലാക്കേണ്ടത്. അതിന് വീണ്ടും ഫലാരംഭത്തെ ചെയ്യില്ല. അത് ദഹനം നടന്നു.
ബാഹ്യമായി നോക്കുമ്പോൾ ഒരു വ്യത്യാസവും ഇല്ല. ജ്ഞാനി ചെയ്യുന്ന കർമ്മവും അജ്ഞാനി ചെയ്യുന്ന കർമ്മവും ബാഹ്യദൃഷ്ടിയിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. എന്നാൽ ഒന്ന് സങ്കല്പങ്ങളിലൂടെ സംസ്കാരത്തെയും വാസനയെയും ഉണ്ടാക്കും, ലോകബന്ധനം ചെയ്യും. മറ്റത് സങ്കല്പരഹിതമായതുകൊണ്ട് സംസ്കാരത്തെയും വാസനയെയും ഉണ്ടാക്കുന്നില്ല. ശകുനീനാം ഇവാകാശേ യഥാ വാരിജരസ്യ ച പദാനി ന ദൃശ്യന്തെ തഥാ ഉത്തമവിദാംഗതി. ആകാശത്ത് പറക്കുന്ന പക്ഷികൾ അതിൻ്റെ കാൽപ്പാട് ശേഷിപ്പിക്കുന്നില്ല. വെള്ളത്തിൽ നീന്തുന്ന ജലജന്തുക്കൾ അവയുടെ പാട് വെള്ളത്തിൽ ശേഷിപ്പിക്കുന്നില്ല. നമ്മളൊക്കെയോ, നമ്മൾ ഭൂമിയിൽ നടന്നു കഴിഞ്ഞാൽ അവിടെ മുഴുവൻ പാടുണ്ടാക്കിയിട്ടാണ് പോണത്. കുലുക്കി മറച്ചു പോവും, അവർ കടന്നു പോവും, ഒന്നും ശേഷിപ്പിക്കുന്നില്ല. അവരും സഞ്ചരിക്കുന്നുണ്ട്, നമ്മളും സഞ്ചരിക്കുന്നുണ്ട്. ചിന്തിക്കുക. അതുകൊണ്ട് ജ്ഞാനാഗ്നിയാൽ ദഹിക്കപ്പെട്ട ശുഭാശുഭ ലക്ഷണങ്ങളായിരിക്കുന്ന കർമ്മത്തോട് കൂടിയവനെ പണ്ഡിതൻ എന്ന് പറയുന്നു. ആര്? ബുധഃ വിവേകിനഃ ബ്രഹ്മവിദഃ, ബ്രഹ്മജ്ഞാനികൾ. അവരെയാണ് ബ്രഹ്മജ്ഞാനികൾ പണ്ഡിതൻ എന്ന് പറയുന്നത് എന്ന് പറയുക. അത് 5 മിനിറ്റ്, അതിലധികം വേണ്ട, 5 മിനിറ്റ്.